Dear friends, today we are here to have a detailed deliberation for the most vital and the most contemporary subject. It's a serious one which affects the democratic system of India and finally the Constitution of India. Here, so many dignitaries are here to have a discussion over it. So I am directly entering into my duty to welcome the dignitaries. This function is presided over by Comrade Thomas Isaac, the renowned Marxian economist and the Finance Minister of Kerala State, former Finance Minister of Kerala State. I welcome Dr. Thomas Isaac to this auspicious occasion. This function is being inaugurated by Shri Justice Chandru, who is the popular face, the human face of the judicial system of India and the system of natural justice. And he is here. He will inaugurate the function. I do welcome Honorable former Judge Shri Chandru to this occasion. പിന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ മുതിർന്ന പൊതുരംഗത്തെ നേതാക്കളുണ്ട്. സഖാവ് എം.വി. ഗോവിന്ദൻ, CPIM-ന്റെ കേരള സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് കുറെ കടന്നു വഴിയായിരിക്കും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അദ്ദേഹം ഈ ഫംഗ്ഷനിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ശ്രീ കാനം രാജേന്ദ്രൻ, അദ്ദേഹം ഈ ചടങ്ങിലെത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ സമ്മേളനം ഇവിടെ നടക്കുകയാണ്, അതിനിടയിൽ എത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൊഫസർ ലോപ്പസ് മാത്യു, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് പ്രൊഫസർ ലോപ്പസ് മാത്യു ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ മാത്യു ടി തോമസ് അദ്ദേഹം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. NCPയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആദരണീയനായ ശ്രീ PC ചാക്കോ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒരു നിറസാന്നിധ്യമായ ശ്രീ PC ചാക്കോ അവരെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഡോക്ടർ വർഗീസ് ജോർജ്, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൾ ഇന്ത്യ അലയൻസ് യൂണിയൻ്റെ കേരള സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽകുമാർ എത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ ചാനൽ ചർച്ചകളുടെ സജീവ സാന്നിധ്യവും ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ ഡിഫൻഡറുമായ അഡ്വക്കേറ്റ് അനിൽകുമാറിനെ ഈ വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എൻ്റെ മുന്നിൽ പേരെടുത്ത് പറയേണ്ട ഒട്ടേറെ വ്യക്തിത്വങ്ങൾ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ സ്വയം വിജയകുമാറടക്കം ഇവിടെ ധാരാളം ആൾക്കാരെത്തിയിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും
ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി, ആൾ ഇന്ത്യ ലായേഴ്സ് യൂണിയന് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ചന്തു, ബഹുമാന്യരായ എ.വി. ഗോവിന്ദൻ മാസ്റ്റർ, പ്രൊഫസർ ലോപ്പസ് മാത്യു, പി.സി. ചാക്കോ, വർഗീസ് ജോർജ്, അഡ്വക്കേറ്റ് കെ. അനിൽകുമാർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വൈവിധ്യത്തിൽ വിശ്വാസമില്ലാത്ത ഒരു ഏകീകൃത രാഷ്ട്രത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുകയാണ്. നേരത്തെ വാജ്പേയി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വാജ്പേയി സർക്കാർ ഇന്നത്തേതുപോലെ ഒരു രാഷ്ട്രം, ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു രാഷ്ട്രം, ഒരു മതം, ഒരു രാഷ്ട്രം, ഒരു നികുതി, ഒരു രാഷ്ട്രം, ഒരു ഇലക്ഷൻ, അങ്ങനെ എല്ലാവിധ വൈവിധ്യങ്ങളെയും ചവിട്ടി തേച്ചില്ലാതാക്കി ഒരു ഏകീകൃത രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പം മുന്നോട്ട് വെക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഏത് മാനങ്ങൾ എടുത്താലും നിയമപരമായിട്ടുള്ള വശം, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് പാർലമെന്റ് ഒട്ടേറെ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളുടെ എല്ലാം നമ്മൾ കണക്കി പറയുന്ന ലീസ്റ്റ് കോമൺ ഡിനോമിനേറ്റർ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ അധികാരം കവറില്ല. ഏത് നിയമം എടുത്താലും ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൺകറന്റ് ലിസ്റ്റിലുള്ള നിയമനിർമ്മാണത്തിൽ സംസ്ഥാനത്തിൻ്റെ കൂടി അധികാരമാണല്ലോ. ഒരു കൺസൾട്ടേഷൻ ഇല്ല. കൺസൾട്ട് ചെയ്താലും ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ അടിച്ചേൽപ്പിക്കുകയാണ്. ധനപരമായിട്ടുള്ള വശങ്ങളെടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ധനപരമായിട്ടുള്ള അധികാരങ്ങൾ വെട്ടിച്ചുരുക്കി തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നഗരങ്ങളിലേക്ക് സംസ്ഥാനത്തെ മാറ്റാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. വരുമാന സമാഹരണത്തിന് GSTയുടെ കടന്നുവരവ് ഫിസ്ക്കൽ സ്പേസ് ഇല്ലാതാക്കി. ഇപ്പൊ വായ്പ എടുക്കുന്നത് വെട്ടിക്കുറക്കാൻ പറ്റുമെന്നുള്ളതാണ്. 3% നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ വായ്പ എടുക്കാം, അത് 1.75 മതി എന്നൊരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു പോവുകയാണ്. ആ രീതിയിൽ സംസ്ഥാനങ്ങളുടെ ധനപരമായിട്ടുള്ള സ്വയംഭരണ സ്വഭാവം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നതിനുള്ള നീക്കങ്ങളാണ്. ഭരണപരമായിട്ട് അവിടെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ പ്രസക്തിയായി തീരുന്നത്. ഭരണപരമായിട്ടുള്ള മേഖലയിൽ തങ്ങളിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട് പുലർത്തുന്ന സംസ്ഥാന ഭരണങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതല്ല. ഇത്ര നിർലജ്ജം പണം ചെലവഴിച്ച് MLA-മാരെ വിലക്ക് വാങ്ങി, അങ്ങനെ വിലക്ക് വാങ്ങുന്നത് എന്തോ വലിയ കഴിവെന്ന് മേനിയടിച്ചിട്ടുള്ളൊരു കാലം ഉണ്ടായിട്ടുണ്ടാവും. ഇനിങ്ങനെ വിലക്ക് വാങ്ങാൻ പറ്റാത്ത ഭരണ സംവിധാനങ്ങളുണ്ടെങ്കിൽ
അവയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഗവർണർ സ്ഥാനം ഉപയോഗപ്പെടുത്താം. അതൊന്ന് സർവ്വസാധാരണമായി തീർന്നിരിക്കുക. ആദ്യം കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലായിരുന്നു. പുതുശ്ശേരിയില്, ഡൽഹിയില്, ഇവിടെയെല്ലാം ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടല്. അവിടെയെല്ലാം നിയമസഭയുണ്ട്. നിയമസഭ അംഗീകരിക്കില്ല, ഞാനാണ് ഭരണാധികാരി എന്നുള്ളതാണ് ഗവർണറുടെ നിലപാട്. അത് വേണമെങ്കിൽ ഒന്ന് വാദിച്ചു നിൽക്കാം, വ്യാഖ്യാനിക്കാം. സുപ്രീം കോടതി എതിരായിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും വാദിച്ചു നിൽക്കാം. ഇപ്പോൾ പൂർണ്ണ സംസ്ഥാനങ്ങളുടെ നിയമസഭയ്ക്കും എല്ലാം മുകളിലാണ് തന്റെ സ്ഥാനം എന്ന് ചില ഗവർണർമാര് ധരിച്ചു വശായിരിക്കുക. നിയമസഭ പാസാക്കിയ നിയമം നിശ്ചയമായിട്ടും ഗവർണർക്ക് തിരിച്ചയക്കാം. അല്ല, ഞങ്ങൾ പാസാക്കണ നിയമം ഇത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിധേയമാണോ അല്ലയോ എന്നുള്ളത് നിശ്ചയിക്കേണ്ടത് കോടതിയാണെന്ന്, ഒരു വ്യക്തിയല്ല. സർക്കാരിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാം. സർക്കാരിന്റെ ധനകാര്യസ്ഥതയെക്കുറിച്ച് പരസ്യമായ പ്രസ്താവന നടത്താം. ഇതൊക്കെ നമ്മുടെ ഈ കേരളത്തിലും നമ്മൾ കാണുകയാണ്. തമിഴ്നാട്, തെലുങ്കാന, പശ്ചിമ ബംഗാൾ, ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർ പദവിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ തർക്കം ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫെഡറൽ സംവിധാനത്തില്, ഈ കേന്ദ്ര സംസ്ഥാന വൈരുദ്ധ്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട്, കേന്ദ്ര വൈരുദ്ധ്യമായിട്ട് ഈ ഗവർണറിന്റെ സ്ഥാനം ഉയർന്നു വന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് എയിലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടെ AKG പഠന ഗവേഷണ കേന്ദ്രം ഇന്നത്തെ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ജസ്റ്റിസ് ചന്ദ്രു ഇവിടെ വന്നിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതോ ഒന്നും ആരും കാര്യമില്ല. സർ, most of the people who are present here are waiting to hear you. I do not want to stand in between. I will have my occasion to speak even between the speeches or the conclusion of the seminar. So, very respectfully, I invite you to deliver your inaugural address. Friends and comrades, good evening to all of you. I also regret the day on which my book is being released in Malayalam, I am unable to speak to you in Malayalam. Please forgive me that and allow me to speak English. Today's topic is the federalism, role of governors and the constitution. To sum up the entire speech which I have prepared, I want to quote Mr. C.N. Annadurai, who was the founder of the DMK party in Tamil Nadu. He once said, "Aattukku daadi edarkku, naattukku governor edarkku." Why should a goat have a beard and why should the country have a governor? That sums up the entire functioning of a governor in the last 72 years. And therefore, with this note, I want to speak to you. You will also be very shocked by noting one aspect. Our constitution prescribes various qualifications for various posts. The one post for which there is no qualification, or at least minimum qualification, is a post of governor. He has to be an Indian citizen and 35 years old. And that is how we are having Arif Mohammed and others in this country. He doesn't need any more qualification. And now, when you talk about how in South India, especially Telangana, Kerala and Tamil Nadu and Puducherry Lieutenant Governor,
We have three species in this country. The other two southern states, Andhra Pradesh and Karnataka. Karnataka is ruled by BJP and Andhra Pradesh, Jagan Mohan is yet to know where he stands. In these three states, the central government is afraid that the opposition parties which are ruling in these three states, they can't make even an inch of progress in this state, and therefore the mechanism that they have defined, the mechanism which they have devised is to send governors of their choice. We find Tamilisai in Telangana, an additional charge in Puducherry as a lieutenant governor. Between Puducherry and Hyderabad, it takes 730 kilometers. They could not appoint anybody else except Tamilisai Soundararajan, who is happened to be a medical doctor. Then we have R.N. Ravi, who is a Tamil Nadu governor, who has come from Nagaland. He is a man from Bihar. He has come to Tamil Nadu. He belongs to the Indian police cadre. And that is a qualification to appoint somebody in the Northeast. Today, if you see in the Northeastern states, of those seven sisters states, you will find mostly it is a retired policeman or a retired army general will be appointed as the governor. Because most of the states were governed by Armed Forces Special Powers Act, and therefore they need policemen. Now suddenly from Nagaland, this man was sent to Tamil Nadu. When a constitutional functionary retires or transferred, there will be some farewell function. For this man, he was so notorious, there was no farewell function at all. People of Nagaland were so much despised by the role played by the Ravi, and therefore he is catapulted to Tamil Nadu. Now the question will be, if somebody is despised in some state, does it mean the transfer to some other state is going to in a way make a change? Now you will see these three people, there is some commonality. Tamilisai could not fit into the BJP in Tamil Nadu. And Arif Mohammed Khan was an old politician who changes his color more often. Therefore, best thing they thought was he'll be in Kerala Raj Bhavan. Then you also find the third man, the Ravi. Somebody has to be sent out to Nagaland, therefore you choose Tamil Nadu. Now this is something which is very strange because all the three drawn from different walks of life, but they play a single role of destabilizing the local state government. This is the only assignment they have got before them, and they have no qualms in playing politics in a most dirtiest fashion. And therefore, today when we talk about the role of governors, we will have to think why these three creatures have come to these three states and what is the agenda, what is the brief that they are carrying on. And in that sense, we should understand that the Constitution of India provides for a governor for each state, and how long the governor will continue? Normally 5 years, but there is a provision in the Constitution which says they will continue until the pleasure of the President of India. What is the pleasure of the President of India? President of India doesn't have any power. She or he are governed by the Council of Ministers. Virtually, a governor is controlled by the Home Minister, that is Amit Shah. Today, any governor for that matter, they take their orders either from Modi or from Amit Shah, and without which they can never think of continuing in the post. And therefore, if you blame Ravi, you are also blaming Modi and Shah. That is the most important thing. They dance to a tune put up by the Home Ministry, and they cannot continue until they want them to continue. And therefore, they always, his master's voice or her master's voice, they always be there. And when they come to the Raj Bhavan, we should not say any more Raj Bhavan because they named Rajpath as Karyapath. So Raj Bhavan should be made as a Karyapath. What is the Karyam that they are trying to do? First thing is to destabilize the state government. Second thing is to propagate for the Saffron party, for the Sangh Parivar, act as a spokesman. Thirdly, most of the Raj Bhavan and Raj Nivas have become a party headquarters for BJP of that particular state. Now, who are the people who are being selected now in these posts? If you see some of the past history,
there was a RSS man who was appointed in Meghalaya, and the Rajbhavan women's staff gave a complaint of misbehavior, and he was sent out. It is not only BJP, even previously Congress party had similar people. ND Tiwari is a known UP politician, senior leader of Congress party, but within Uttar Pradesh, they could not solve the difference of opinion among the Congress leader. So ND Tiwari was sent to Telangana. And for a short time, there was a complaint against him of sexual misbehavior, and he was sent out. Now, how is that when you say a head of state is holding such a high post and where they are going to behave in such a cheap manner, then what is the selection process that is going on for these years? In the initial few years, they were appointing senior Congress leaders who are no longer useful in the particular state. You know, in our houses, when our cow does not give any more milk, we send them to Goshala. The Jains call them as Pinjra Pol because we can't make use of it, and therefore we send them. Therefore, if a particular person who is no longer used in that particular state politics, he is catapulted as a governor. But some of them, because of the seniority, because of their experience, they were able to stand up sometime, not all the time. For example, one governor in Tamil Nadu refused to sign for the dismissal of the DMK ministry during 1976. Still they dismissed. That is a different issue. But there were cases where some governors were acting independently. But later experience shows that governors are picked up just to go and destabilize. In 1967, for the first time, the Congress party, the Indian National Congress, lost 8 state governments. For the first time, the concept of opposition party in various states started only in 1967. Before that, the Congress party was a monopoly party, and therefore there was no opposition. Therefore, they can do whatever they want. But they found 8 crucial states having non-Congress government. The game of starting destabilization started by sending governors to those states. Therefore, when a governor is sent, either it is to resolve the difference of opinion of Congress party in that state, or a person who is discredited in the state is sent to some other state for his retirement benefit, or with a mission to create problem for the opposition party. It is the 3 objects for which the governors were started being sent after 20 years of the constitution, and even before 1960, when this game was slowly being experimented. You know, in Kerala, EMS Namboodiripad government first time formed a government in 1958, and the first measure taken by the government was a progressive measure of bringing a law to control educational institutions. The Kerala Education Bill was largely to control the educational institution which were making money, and also to give job protection to the teachers working in those schools, and also to see a common curriculum is evolved. And therefore, when the Kerala Education Bill was enacted, already the Congress government, headed by Pandit Jawaharlal Nehru, and his daughter was a minister in his cabinet, Mrs. Indira Gandhi was the information minister. They were plotting that how, for the first time, a elected communist government can be allowed to continue. Therefore, against this bill, which has been introduced in the House and passed by the House unanimously with minor opposition, the bill was sent to the governor. Then an agitation was started, which you know, the Vimojana Samaram, where the communal groups which are running educational institutions were scared, and therefore they thought that this government should not continue. Now, normally a central government, which is supposed to be a federal government, should ensure that there is no law and order problem created by any mischievous groups. On the other hand, Mrs. Gandhi was deputed to come to Kerala to supervise that this agitation continues forever, and then they can get a report from the governor that the constitutional machinery has broken down. The government is not able to run within the 4 corners of law, and a report was obtained, and the Congress party, there was some difference of opinion, but not much. Finally, Nehru succumbed to this pressure, and the EMS government was dismissed. At that time, there was no scope to go to court to challenge when an elected government run by a majority
and much to the disappointment of a central ruling party, how it can be dismissed on the ground there was law and order. There was no judicial review that was contemplated in the Supreme Court at that time, and therefore EMS Mudripad was went away. The first communist government anywhere in the world which is elected by votes, one man, one vote, and which came to power through a democratic process was sent out in 1959. Most important event that took place was when the bill was sent to the governor. Under Article 200, the governor at that time, the constitution was not amended. The education was very much in the state field, in the state list, and the governor has to sign or give assent to the bill. Instead of giving assent to the bill, he forwarded it to the President of India. And President of India for the first time, under Article 143, referred the case for the advisory opinion of the Supreme Court. This never happened. When a state government passes a legislation and sends it to the governor, if the matter comes within the state list, the governor has to give assent. There is no other work. If he somehow thinks there is some flaw in the bill, he can send it back to the House, and when the House passes second time, he is mandatorily has to sign. There is no other power given to the state governor, and notwithstanding that, the matter was sent to the president, which was the most undemocratic step taken during 1959, when the governor office was used for violating Article 200 of the Constitution. And finally, what happened was, when the Supreme Court was hearing the validity of the education bill, it was heard by a constitution bench. The constitution bench answered all the 4 questions in favor of the dismissed state government. They said there is nothing wrong in the bill, except for minor 2 clauses relating to Anglo-Indian. The bill was upheld by the Supreme Court. The Supreme Court gave an opinion to the central government. There is no flaw in the bill. In fact, the very famous statement that right to administer does not include right to maladminister. That was the slogan coined by the Supreme Court. Now, when the bill became valid, but the government became invalid, that was the most irony of the situation. The purpose for which the government was dismissed, but the law passed by the government was upheld. This will show the diabolical nature of the central government, where they still destabilize the state government. They go against the wishes of the majority of the House in the state legislature. They make use of the governor to send a report on the so-called law and order breakdown, and they also send the bill so that the Supreme Court gives some adverse opinion which can be made use of against the EMS government. All the 4 methods were failed, and finally EMS was proved to be right that the education bill was upheld by the Supreme Court, except that they were not in power. And this is how the power under the Constitution was sought to be used for a nefarious purpose of working against the opposition party. Now, once the education bill was upheld and an advisory opinion by the Supreme Court was in favor of the government, is there anything to restore the government? There was no provision for restoring government. That were all too early days where the court was always apprehensive of interfering with the decision of the government, and the courts did not go beyond a point. The question came much later. In 1975, when Indira Gandhi declared internal emergency, which is never heard of, internal emergency only because to continue in power. She lost the election. The Allahabad High Court held that her election was corrupt practice, and therefore she cannot hold the office. She filed a writ petition in the appeal in the Supreme Court, election appeal, and Justice Krishna Iyer was hearing that case, refused to grant stay. He said she can attend the parliament, but she cannot vote in the parliament. This was a peculiar situation where a prime minister can go to the parliament, cannot vote in the parliament. This is something new. Therefore, she knew the demand for a resignation was increasing, and the different opposition political parties have come together under a banner where we will not allow this dictatorial practice of the government, and therefore they started a campaign for demanding the resignation of Indira Gandhi. As a counterblast to this move, Indira Gandhi felt that India is Indira, Indira is India. That was a slogan at that time they were making.
that one individual identified the whole country. And now what happened was, she declared the emergency. Consequently, all the opposition leaders were arrested. Comrade AKG was in jail. Comrade Jyotirmoy Basu was in jail. Under which law? Under the Maintenance of Internal Security Act, MISA. MISA of 1971 is the most darkest law which India has ever seen, because there is no trial. There are no charges against you. Because the district magistrate says that you should be in jail, you are kept in jail. That's all. The satisfaction of the district collector is more enough. Later, after the emergency, when the commission of inquiry was held by Justice Shaw, J.C. Shaw, he found in his report, it was a 5-volume report. Somehow the report was not well spread out. But the nefarious and diabolical action of the Congress government was seen in the report. Recently, a Tamil Nadu politician has published that report, a contents report. One chapter talks about how opposition leaders were detained. There are district magistrates were given blank warrant and they had to fill up the name and they were put inside. Now, when there is a wrong order passed, normally we go to the court. When a detention order is made, when you are detained in jail, the only remedy is going to the High Court with a habeas corpus petition. In an habeas corpus petition, when a person is illegally detained, he can go to the court and say, why I have been detained. The court can say that this cannot be allowed anymore. That's one way, one method of number of people who are detained. Advani was detained, Vajpayee was detained, and Modi was there on 21 months in jail. And Lalu Prasad Yadav, he was also in jail in MISA. When he came out, he had a daughter, Bharati. Now she is called Misa Bharati because she was born when Lalu Prasad was in jail. Now MISA became such a notorious thing. When people moved the High Court with a petition for constitutional relief of habeas corpus, some of the High Courts, like Karnataka, Madras, Hyderabad, several High Courts were willing to listen to these cases. During emergency time, the fundamental rights were suspended by the government, saying that you cannot move the court. But notwithstanding that, some of the High Courts were started issuing habeas corpus. The central government, ill-advised, moved the Supreme Court and said all the High Court cases will be transferred to the Supreme Court. The matter was heard by 5 judges. By judges' name I need not say. One is Mirza Afzal Beg, Y.V. Chandrachud, Bhagavati. There are 2 others. Now, why these 3 names I am saying, because I will come to later. Now, these 5 judges, they were hearing, during emergency time, if fundamental rights are suspended, can a person come to court? The Attorney General of India, Mr. Nerende, was defending the Union government. Judges put a very innocent question. Suppose a person is shot dead by a district magistrate. Cannot the person come and say, I have been wrongly shot dead. My life has been taken away without due process. And Mr. Nerende was heard saying that during emergency, whether you are illegally killed or legally killed, you can never come to court. This was the position taken by the central government. Today, whatever you talk about governor or federal rule, the seeds of deviation was sown by the Congress government. Therefore, the Congress is inseparable from laying down such black rule at those times. The bench, the 5-judge bench, which heard the matter, finally dismissed all the cases, saying that you cannot come to court. The result was, all the leaders were in jail for 21 months, and after 21 months, and one of the judge, Mr. Chandrachud, whose son is a Supreme Court judge, he wrote that council after council are complaining about ill treatment of detainees in jail. I have a diamond heart hope such things will never happen in future. This is something which is strange, that every lawyer who argued pointed out how the detainees were ill-treated in jail. Even DMK detainees were beaten up in Madras General Jail, and later there was a commission of inquiry, Ismail Commission, and found that all of them were beaten in jail by the jail officials at the behest of the Congress party which is outside. Therefore, this saddest part of this judgment was no such ever judgment has ever been given before.
And it is considered to be a black day for the Indian judiciary because for the first time the court said there is no judicial review at all. Leave aside whether governor order or a district magistrate order, and one of the constitutional experts said that habeas corpus, remains to add, habeas corpus is the most glaring instance in which Supreme Court of India suffered most severely a self-inflicted wound. The wound did not come from outside. Nobody compelled them. They could have decided differently. Because one judge, Justice H.R. Khanna, said judicial review is available. And his brother's son is a judge now. And what happened to Chandrachud's son, Mr. Janardhan Chandrachud, who is number 2 in the Supreme Court, recently in the Aadhaar card case said that this judgment given my father is a wrong judgment. So the son now said father is wrong. So many peculiar things have taken place. But most important was, after the removal of the emergency, when elections were conducted, the central parliament was captured by the coalition of opposition parties, which came in the name of Janata Party. When Janata Party captured the parliament, first thing they did was, they asked, at that time the Home Minister was Charan Singh. Charan Singh wrote to all the state governors that since we have won in the parliament, you are continuing to be a state government party is wrong because you no longer hold the will of the people. It is very strange because people can elect one government for state government, one for central government. For each election, there is a state election, there is a union parliament election. Now the strange logic was, if you lose parliament, you must lose your state government also. Now when Charan Singh wrote to the governors, in very eight governors, where Congress party was in rule, they refused to send a report, saying that we will not send a report because they were all appointees by the previous government. So they were still owing loyalty to the government. They refused to send any such report. Next point was, all the 8 governments were dismissed. Reason was not law and order. Reason was not constitutional framework. The reason was, in parliament election, Congress lost, therefore they cannot continue in state government. Now all the state governments filed for the first time a suit before the Supreme Court under Article 131, where the state can sue the Union of India. Recently also Kerala government has filed a suit against the central government under 131. A union government can be sued in the Supreme Court, and Supreme Court is authority to resolve a dispute between state government and the union government. Now when the case came before the Supreme Court, the very same judges were there here. Those who decided the earlier Misa case, they were the judges here, majority. Now what did they do? They found out the holocaust of the emergency. They found out the emergency excess. Therefore, they wanted to support the Janata government. Previously, they supported the Congress government. Now when Congress was lost and Janata became the major government, they supported the Janata government. They said the dismissal is valid. That's the first time a provision which is not in the Constitution, a provision for which there is no mechanism in the Constitution, that if you stand in the parliament election and if you lose, you will also lose your state government. This is something very strange. And that was upheld by the Supreme Court in state of Rajasthan case in 1877. Nobody ever thought that the court will do. But one magic thing took place in that case. During the hearing, when the bench was constituted, it was a 7-judge bench. At that time, Justice Krishna Iyer was a judge in the Supreme Court. So he was asked to be in the bench. And Krishna Iyer was being a victim of a presidential dismissal order. He was a cabinet minister in the EMS government in 1957. He told the Chief Justice very honestly that I am a victim of your dismissal. If I sit here, people will not believe. They think that I am biased, therefore I will not be in the bench. It is a very great loss. But the remaining 7 judges upheld the dismissal of the 8 government. One of the judge, who is from Assam, Justice Goswami, he wrote in his order that during the hearing of this case, the Chief Justice told them that the Vice President of India met him in a function and told him to take care of the government. This was found in a judicial order. And then the Chief Justice was shocked because he could not give a reply in the order itself. This was written in the judgment itself, that he wrote that, this is what he said: I part with the records with cold shudder.
The Chief Justice was good enough to tell us the acting president saw him during the time we were considering the judgment after having already announced the order, and there was mention of this pending matter during conversation. I have given this revelation the most anxious thought and even the strongest judicial restraint which a judge would prefer to excuse. Leaves me no option but to place this on record, hoping that the majesty of the high office of the president, who should be beyond high watermark of any controversy, suffers not in future. This is there in the judgment itself. Not that Goswami decided against the government, but he decided against the Chief Justice, who happened to mention that the Vice President of India met and told him about this case. So going to the chamber or going to the house and mentioning about the case was this started from 77 itself. But what is important was the Chief Justice was very embarrassed. So he gave a press release. There is a 7-judge bench judgment. He gives a press release saying that I never spoke anything about it except had some pleasantries about some family function. Beyond that, I did not. That is also there published, and it is very regrettable. He complains about Goswami. It is very regrettable that Justice Goswami should misunderstood the Chief Justice, who was only anxious that the reason should be delivered before the court closes so that the judges are not placed in any embarrassing situation during the vacation. Now, this is the press release given by the Chief Justice. Now, for the first time, you will see slowly a political interference in the decision making has started in a starting point. I would only say the starting point of a political interference during the emergency was further continued. During emergency, judges who did not toe the line, judges who were willing to do judicial review, they were all pushed off to various places. Justice Chinnappa Reddy was transferred to Punjab. Justice Rajendra Sachar was transferred to Assam. People were punished during emergency. Therefore, the judiciary was made to follow the line of the ruling party. And that was the reason why this 1977 judgment came to be delivered. What is good for Janata Party is also good for Indira Gandhi. After emergency, when the Janata experiment failed, Indira Gandhi came back to power in 1980. She also dismissed 8 governments. There is no governor report. The only reason was that the Janata Party lost elections in various in the parliament, and therefore they have lost the will of the people. Now, what is sauce for the goose became sauce for the gander. What is good for the Janata Party also good for the Congress. Therefore, we will find one reason that alternatively the Congress and BJP were playing the same game of perverting the constitution. That's more important. The perversion of the constitutional principle, the constitutional morality started with the game played by them. They have no scruples. They have no respect for the constitution. And therefore, when we discuss about governor, we can't forget the background news of this. This is most important. And later the question came during 1991 when the Babri Masjid was demolished. Narasimha Rao was in a fix. And Kalyan Singh, you know what happened. Kalyan Singh was the VP Chief Minister. And everybody was apprehensive that the RSS, the RSS people are mobilizing in a big way in Faizabad. And therefore there was a complaint. And the police is also warning the government that there may be something happen. Somebody went to the Supreme Court and filed a petition, please save the Babri Masjid. And Supreme Court issued notice to the Chief Minister of UP, who filed an affidavit that I will see to it that Masjid will not be dismissed. And later the Masjid was dismissed. On 6/12/1991, you can see the Sanghis in saffron clothes with a crowbar hitting on the old building which is 500 years old, and it just collapsed. And when this collapse took place, Kalyan Singh was ordered with a contempt notice that you gave us an assurance. Then how is that the Masjid is dismissed? So he said, sir, it's beyond my means. I tried my best, but I was not aware such things are happening. So the Supreme Court gave a very peculiar punishment to Kalyan Singh. In the contempt, they gave him a punishment of imprisonment till the rising of the court, which you will find very laughing because it's like a joke. What is till the rising of the court? I come to the court at 11 o'clock. I go out at 1 o'clock for my lunch and come back at 2 o'clock. Then I leave at 4 o'clock. So 4 hours, 5 hours I'm in the court. Now I tell the Kalyan Singh, you sit here.
Evening he can go home. You watch our proceeding, go home. Is that the punishment? But whatever it is, a sitting chief minister was punished by the Supreme Court for giving a wrong undertaking. Now, what really happened later was more important. Two things have happened. One is now, after the death of Kalyan Singh, Modi Shah has given him the Padma Shri Award. For what? For watching the masjid being demolished. Now, there is no respect for any constitutional norm in this country, especially after the BJP has taken power. That's the most important lesson that we'll have to think of. First one, that when a chief minister who has been punished by the Supreme Court is being given a Padma Shri Award, you can give any award, Bharat Ratna Award also you can give. Nobody stops you. But what is important is that shows your scant regard for the constitutional setup in this country. The second thing that took place was, before the demolition of the Babri Masjid, Advani was on a Radha Yatra. In that Radha Yatra, in most of the places, he said two things. That constitution cannot solve all the problems, number one. Number two, the court cannot be the arbiter of all disputes of the people. The issue of faith can never be considered in any other manner. Now, the issue of faith, which is mentioned by Advani, got reflected later in the Ram Janmabhoomi case, where 7 judges heard the case of Ram Janmabhoomi dispute, which has been going on for more than 100 years, and finally passed an order. The dispute started as a title dispute. If you have a property, you must have a title. The title must be by way of some document. The document must be an original document, not a forged document. So that is how any court can decide. But the Supreme Court, 7 judges benches, for the first time applied a theory that 500 years of faith of the majority religion proved by oral evidence, by their faith, that there has been a continuous worship of Ram. Therefore, the property should be given to that one side, the majority Hindu side. Then they will have to form a trust, which will be formed by the central government. And the trust will be exempted from income tax. Now the trust is there, so much money is flowing, the temple is coming at the base of the demolition. Where does this idea come in? Even though 7 judges have passed the order, the author of the judgment is not shown in the order. It's a strange, a unanimous judgment, but an anonymous judgment, never heard of. There must be an author for a judgment, but all of them sign. And the last paragraph says that we believe by the available oral evidence that is let in, that the faith of the people in offering worship in this place for the last 500 years is proved, and therefore the property should be given. If the majoritarian faith is a criteria for deciding, then why should we have a constitution? Why should we have a Supreme Court? Why should we have 7 judges saying all this? Now the light that has been set in, the fire that has been stoked, you find reflections in Mathura, you find reflection in Varanasi. Now people have started filing cases not in Supreme Court, starting with the Municipal Court. That's how the Ram Janmabhoomi started with the collector, and it went on. Now they have started again. Now there is a real danger of dividing this country in the name of the majoritarian faith. In the slogan that the Constitution cannot answer all these questions. Now when this demolition took place, the Narasimha Rao government dismissed several Janata Party governments. That also came a subject matter of a litigation. In 1994, the Supreme Court, for the first time, held in S.R. Bommai case that if a government is dismissed by the president, the court can examine the record. It's a small victory. There was another argument that if a president wants to dismiss a state government, they should also have the approval of the parliament. That was the argument that was let in. But unfortunately, the 9 judges finally wrote by saying that the issue of dismissal will be considered by the parliament, and if parliament does not give approval, the house gets restored. You must have seen recently the Supreme Court of Pakistan, the government was dismissed. Within 15 days, they restored the government to power. Such an exercise is not contemplated in our country. In fact, writing on this, the constitutional expert Soli Sarabji says that this judgment, though a lot of things were expected about judicial review, about approval by the parliament before dismissal, now
The question is, it is only after the dismissal, we are disappointed. This can only be confined to some archives. Maybe future, some other judgment, some other bench may reverse this order. But till then, we are contented with two things. That if the dismissal is going to be judicially reviewed subsequently, we know how much delay the court take place. Now the Jammu and Kashmir special status has been withdrawn. Article 370 is removed. Article 35 is repealed. Now how long? 4 years have gone. They have not heard this case at all. Now suppose you say there is a judicial review, and that judicial review is not going to come within a reasonable time, like you saw in the Pakistan court. Within 15 days they restored the parliament. But in our country we have not seen. Only our grandchildren can see the results. And therefore they are very confident, let there be a judicial review. That is why people say the approval should be a prior approval and not a post approval. And we have not reached that stage. Since we have not reached the stage, we are at the mercy of the governor. I am coming back to, in a federal setup like India, where departing from the 1935 Government of India Act, the new constitution that has been framed under the chairmanship of the drafting committee of Dr. Ambedkar, two principal issues have been resolved. The one was there will be a federal structure, there will be a union government, and there will be a state. And the power of the state is limited by Article 246, where the list 2 become the sole prerogative of the state government. The list 1 becomes the union government. Now there is a third list in our country, something like a transgender. Now every power from the state list is removed to the concurrent list, where parliament can make law, state government can make law. In the last few years, we find that every power of the state government is slowly being assumed by the central government by a constitutional coup. And this process has made a federal structure no longer a federal structure, but a unitary structure. Now there is a great argument whether it is unitary structure or a federal structure. Like Nambudiri Party in 1967 and Jyoti Basu in 1968 have made efforts to bring in an autonomy for the state. Now the states cannot go with a begging bowl for asking for finance from the center. The state cannot be made as a unit of a vassal state. It is not vassal units. And therefore they said a time has come when we should have a constitutional revision wherein the power of the state government should be kept intact and the state must have autonomy to rule itself. Now this was the demand come not only from the communist parties, also from parties like DMK and parties like Telugu Desam have raised this issue that of late the state governments have been reduced to a glorified municipalities. And that should stop. The erosion of the constitutional value cannot be allowed to go this fashion. And this is a demand which we'll have to keep on minding. Now, after the BJP assumed power in the last 14 years, you will find there is a greater erosion. The erosion being that power of the states are completely decimated. And two methods. One is by a constitutional amendment. The second is by sending a governor of their own choice. This is where the governor comes in. Governor becomes an acting agent of the center. So when a governor comes to the Raj Bhavan, you see in Tamil Nadu, he is from an Indian police service. And he now starts saying that he calls the meeting of all vice chancellors and says, you must spread national education policy, new education policy. Whereas the DMK government is opposed to the education policy of the center because the field of education still open to the state also to make a law. And therefore they formed a committee of framing a state level education policy. But here is a governor who is supposed to act and aid and advise of the state government. He conducts the Raj Bhavan into a BJP party office. It is for the central policy they are advocating. Not only he stops with education, we have a concept like in Kerala, a state council for higher education, where higher education policies are resolved by all the vice chancellors along with the education minister. Now he calls all the vice chancellors to his office, gives them tea and dinner, and then starts speaking on his own what he feels about education. And he gives lectures like left center. Normally the role of governor is as a figurehead. Even during the discussion in the Constituent Assembly, they said governor cannot override his power. For example, in our country, the President of India is bound by the advice of the cabinet.
whereas the governor only says he will listen to the aid and advice, which means discretion. Now, using this small gap, all the governors are thinking they are monarchy in the very same state. Now, what they do, Vice Chancellor, I will call them whenever I want. I can ask some extension to the Vice Chancellor to be removed. I can remove a teacher appointed by the syndicate of a university. Where do they get these powers? Where does it say? When the state government of Tamil Nadu, when the state government of Kerala framed a law by which the chief minister will become chancellor, now they are saying this is unheard of. Why? Today, every national law university, every law universities in the state, the chief justice have become vice chancellor. The chief justice of India is a vice chancellor of National Law University. Some of the senior judges of the Supreme Court are chancellors of the various universities. If law can be changed in tune with the time, this argument that the tradition and custom are sought to be removed is a specious argument. It can never be accepted because changes have come in other fields, and therefore there is no question of what do they do. Under Article 200, they'll have to give a signature. It's like a post office. But then they do that, they just sit over the file. So the will of the majority, the will of the representative of the people is being completely smashed by various Rajbhavans and Rajinivas. Now, this is something which is never heard of. Now, what does Mr. Ravi also say? He gives his own ignoramus exposition. He says that secularism is nowhere defined. Though in the preamble, it was introduced in 1976. Secularism, there is no meaning at all. His first argument. I wrote a letter to him saying, in S.R. Bombay case, in paragraph 304, the Supreme Court has defined what is secularism in the preamble. The Supreme Court said, India is a multi-religious country. Therefore, the state cannot dabble in one religion or other religion. At the same time, the state has to treat all religion equally. This was the exact definition given by 9 judges of the Supreme Court. Now, what do you say? Secularism. You are only exposing your own ignorance. You are calling yourself to be the head of the state. Now, he also says another thing in his speech, that the Indian constitution, there is no reference to any dharma. I don't understand what is dharma that you are trying to now talk about. A constitution is a written form of a document. Where does the dharma come in? In every action of the government, there must be dharma. Not your actions are not doesn't speak about dharma. But then you start making confusion. Now, seen in this context, there was a meeting last month in Varanasi where some of the Hindi sadhus formed a world Hindu parliament, and they have drafted a constitution. India shall be called as a Bharat, which is only the Hindus can be here, can vote and participate as a citizen. What about Christian, Muslim? They can do business, they can earn money, but they cannot vote. They are not part of this country. An effort to make this country into a theocratic state is now being attempted by some private groups. It is not private groups who are some saffron-clad sadhus are roaming around. A person who is sitting in the Raj Bhavan now talks that the Indian constitution lacks dharma. Where does one get all this? This is what most important thing, that the governor not only dance to the tunes of the central government in destabilizing government, he is also making a poisonous speeches in furtherance of the hate politics that we have already gone through. In fact, the Tamil Nadu governor said that the Tirukkural, known to be a very high moral literature, which is shorn of any religion, he now says that the Christian missionaries who came to India has misinterpreted the Tirukkural. Actually, Tiruvallur believes in the Hindu God. I don't know where he is from Bihar. He doesn't know Tamil. But somebody gives him script writing and he repeats everywhere using the office of the governor. Now, this is something which we can't allow. You may, if you suppose there is a wrong decision, we can go to court. But if you start preaching wrong things, if you start spreading hate politics, we can never allow this kind of a situation in this country. And sitting over the bills passed by the
legislature. This again, I come back to that. Tamil Nadu and Kerala are sufferers on this. In Tamil Nadu, the governor is sitting over 21 bills. So far, he has not signed. Somebody has to teach him how to sign also. And Supreme Court taught him the lesson. Under Article 163, when a state government wants to give remission to a prisoner, in Tamil Nadu, they gave advice to the governor. Without governor advice, he cannot act. Without the advice of the cabinet, he cannot act independently. So they gave advice. Tamil Nadu Legislative Assembly passed 2 times a resolution asking for remission to the prisoner. Now governor sits over it. When somebody file a case, how long you will be sitting over? It's a case of a human liberty, liberty of a prisoner who has been there for 32 years in jail, and the law permits review after 14 years. Now governor says, I can't be bulldozed. I am not a postman. This is what he said. After long agitation, after a lot of pressure, he forwarded the bill to the President of India for his opinion, which is not again contemplated under 163. Now matter goes to Supreme Court. Supreme Court asked the governor, are you a postman? Just send it to President of India and then say wait for the answer. What about your power under the Constitution? Should you not exercise your power? Now people who are sent to Rajbhavan are hilarious type. There was one governor who was from North Indian state. He doesn't know how to read. So they gave the oath of office under 160. He started reading, he could not read. So somebody wrote in Hindi, the version, even that he could not read. Then somebody gave a prompter. So people are laughing. If you think it's a high constitutional office, should you not have people who knows things, who can decide things, who are experienced in politics? And this Mr. Ravi, who is an IPS officer, who forwards it to the President of India. And Supreme Court says, are you a postman? Then Supreme Court, to avoid embarrassment, directly gave remission to Pere Rivada after passing strictures on this man. Now I am asking a question. You may not be a postman. Suppose you deliver as a postman, you deliver a letter in a wrong address. Will not the department dismiss you from? They are very the question. Therefore, time today has come. This postman has to be dismissed. This post should be abolished. This is my submission before you. Because we have tried. We have tried all types of governor, good, bad, and ugly. There are good governors. There are bad governors. There are ugly governors. Today, which is the last category, which we are seeing in various Rajbhavans, especially in South India. Their only motto, their only brief was to destabilize the government and spread lies against the state government and go on, try to procrastinate. A decision has to be taken, like Mr. Arif Mohammed Khan, who sits over the bill and says, I will not sign. Nobody can compel me. Now, this is the issue where we were more concerned because if there is going to be a very serious constitutional friction between 2 high authorities, time has come, Supreme Court has to decide this matter. They are not going to decide. And ultimately, in the name of policy, in the name of principles, what is being sacrificed is the will of the elected representatives of the people. And that is why I would only say that instead of having, there are several commissions. For example, Tamil Nadu government appointed Rajamannar committee, who was a retired Chief Justice of the Madras High Court. The committee recommended that the governor cannot act on his own. There must be certain amount of restriction on his function. Subsequently, Sarkaria Commission was also appointed for a center-state relations. They also made some suggestion, but nothing has been implemented so far. And therefore, if the office cannot be reformed, the office cannot be regulated by law, the other option is to remove the office itself. There are people who said that the governor must be either an elected person. That's first argument. The second argument was state government should be consulted. Third argument was like the Article 74, where president is bound by the advice of the governor of the cabinet. The governor also must be bound by the advice of the state cabinet. Either one of the 3 solution has to be found, and the question has to be agitated. Today we are all assembled. So many people have assembled here. We are asking a question that we have voted for this government, and Pinarayi Vijayan has been praised all over. Now you start finding somebody who says, no, this I can't do, this I can't do this. Who are you? How did you get to this place?
Now that is the most important question. In this game, we find what the Congress party did, the BJP is competent. That is most important. Secondly, during Congress party, there was at least a declared emergency. Today we find there is no declaration, but all the effects of emergency are still there in the form of governors. The governors cannot be allowed to be a Trojan horse, to be sent to the state and then try to defeat the very state government itself. And once again, I am now reminded of the speech made by Annadurai, the founder of DMK. He said, "Arttukku dadi edarkku, naattukku governor edarkku." Thank you. പാർട്ടി സെക്രട്ടറി സർ ഗോവിന്ദൻ മാഷ് ഇവിടെ അദ്ദേഹത്തിൻ്റെ അവതരണത്തിന് മുന്നേ ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ ആത്മകഥ അത് പ്രകാശനം ചെയ്യും. ഞാനെന്ന ജസ്റ്റിസ് എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. ചിന്തയാണ് പബ്ലിഷേഴ്സ്. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ തോമസ് ഐസക്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മളെല്ലാം ശ്രദ്ധയോടുകൂടി പ്രസംഗം ശ്രദ്ധിച്ച ജസ്റ്റിസ് കെ ചന്ദ്രു, വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കൾ പ്രൊഫസർ ടോപ്പസ് മാത്യു, ശ്രീ പി സി ചാക്കോ, വർഗീസ് ജോർജ്, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനെന്ന ജസ്റ്റിസ് ഒരാത്മകഥയാണ് ജസ്റ്റിസ് കെ ചന്ദ്രുവിൻ്റെ. ആ പുസ്തകം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വിശദമായി പൂർണ്ണമായി വായിക്കുന്നതിനൊന്നും സാധിച്ചിട്ടില്ല. ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം കൃത്യമായിട്ട് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകാശന ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് സാധാരണ ഞാൻ ചെയ്തു വരുന്ന രീതി. പക്ഷേ ഇത് ഉച്ചക്ക് പുസ്തകം കിട്ടി, ഒന്ന് മറച്ച് നോക്കുന്നതിന് വേണ്ടി മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഏതായാലും ഒരു നോവൽ വായിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ വായിച്ച് പോകുന്ന പുസ്തകരചനാ രീതിയാണ് ജസ്റ്റിസ് കെ ചന്ദ്രു ഈ പുസ്തകത്തിൽ ആദ്യാവസാനം അവലംബിച്ചത് എന്ന് ആദ്യ വായനയുടെ ശ്രമത്തിൽ തന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു സാധാരണ കുടുംബം, ആ കുടുംബത്തിലെ 6 അംഗങ്ങൾ, വാടക വീട്ടിൽ പട്ടണത്തിൽ താമസം ആരംഭിച്ച ഘട്ടം മുതലുള്ള ജീവിതം അദ്ദേഹം നന്നായിട്ട് വരച്ച് കാണിച്ചിരിക്കുക.
അമ്മയുടെ മരണം വളരെ ചെറുപ്പത്തിൽ തന്നെ നടക്കുകയാണ്. അമ്മ മരിച്ചപ്പോൾ ആ കുടുംബത്തിലെ ബാക്കി 5 പേര് ജീവിത പ്രയാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 4 പേരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അച്ഛൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് സാധിക്കാത്ത ഒരു സാഹചര്യത്തെ വളരെ ലളിതമായി വളരെ ചുരുക്കം വാക്കുകളിൽ അദ്ദേഹം ഈ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും വിദ്യാഭ്യാസത്തിന് ശേഷവും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഇടവേളയിൽ അദ്ദേഹം നടത്തി വന്ന സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഒരു തൊഴിലാളി സമര പ്രക്ഷോഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാർച്ചിൽ പങ്കെടുത്തതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിൽ അടക്കുകയാണ്. ഇപ്പോൾ ഒരു ജസ്റ്റിസിൻ്റെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ളൊരു തുടക്കമല്ല ഉണ്ടാകുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാനെന്ന ജസ്റ്റിസ് കെ ചന്ദ്രു എന്ന എഴുത്തുകാരൻ്റെ ജീവിതം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ജയിൽ അനുഭവങ്ങൾ ഇതിൽ വളരെ ചുരുക്കമാണ്, എല്ലാം വളരെ ചുരുക്കിയാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ജയിലിലേക്ക് കയറുമ്പോൾ മുതിർന്ന ജയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ അടിക്കുക, നടയടി. അപ്പോൾ അത് മലയാളത്തിൽ മണ്ടയടിയാണ്. നമ്മുടെ നോവലുകളിലും സാഹിത്യത്തിലും ഒക്കെ ഉള്ളതാണ് ഈ നടയടി. അത് കണ്ണൂർ സെൻട്രൽ ജയിലിലൊക്കെ സ്ഥിരമായിട്ടുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പരിചയിച്ചതാണ്. അപ്പോൾ ജസ്റ്റിസ് ചന്ദ്രു അത് കൃത്യമായിട്ട് പറയുകയാണ്, ആ നട അടിക്ക് വിധേയപ്പെട്ടുകൊണ്ടേ ഒരു ആദ്യം വരുന്ന തടവുകാരന് ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കാനാവുകയുള്ളൂ. അത്രയേ ഉള്ളൂ വിശദീകരണം. അതിനുശേഷം പിന്നീട് അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രീതി, കഴിക്കാനാവാത്ത സാഹചര്യം ഉൾപ്പെടെയുള്ള വളരെ ദയനീയമായൊരു ചിത്രം ജയിലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവതരിപ്പിക്കുക. അതിൻ്റെ അർത്ഥം അദ്ദേഹം ജസ്റ്റിസ് ആകുന്നതിന് മുമ്പുള്ള ജീവിത രൂപാന്തരണത്തിൽ അനുഭവിച്ച വിവിധങ്ങളായ തലങ്ങളെ അദ്ദേഹം ഓർത്തെടുത്ത് ഫലപ്രദമായി ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ ജീവചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ഓടിച്ച വായനയിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹം പല സ്ഥലങ്ങളിലായിട്ട് ആവർത്തിച്ച് കോട്ട് ചെയ്ത ഒരു പേര് VR കൃഷ്ണയ്യരുടേതാണ്. അവസാനത്തെ ഭാഗം അദ്ദേഹത്തിൻ്റെ കത്തോടുകൂടിയാണ് അവസാനിപ്പിക്കുന്നത്. ഏതാണ്ട് 100 വയസ്സുവരെ ജീവിച്ച 98ാമത്തെ വയസ്സിൽ ജസ്റ്റിസ് ചന്ദ്രുവിന് എഴുതിയ കത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രസിദ്ധീകരണത്തോടുകൂടി അതിൻ്റെ അവസാനത്തെ വാക്കുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആ ജീവചരിത്രം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോന്നും സൂക്ഷ്മതയോടുകൂടി കാണാനും പഠിക്കാനും അതിനടിസ്ഥാനപ്പെടുത്തി കേസ് കൈകാര്യം ചെയ്യാനും എല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, കേസ് നടത്തിയ കാലത്തെ കേസ് എങ്ങനെയാണ്, ഇപ്പോൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ജീവിത ചുറ്റുവട്ടം എങ്ങനെയായിരുന്നു എന്നുള്ള അവതരിപ്പിച്ചപ്പോൾ ഒരു ഭാഗം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ പ്രത്യേകത തോന്നിയ ഒരു കാര്യം ഇതാണ്. RSS എന്ന് അദ്ദേഹം പറയുന്നില്ല, പക്ഷെ പറഞ്ഞതിങ്ങനെയാണ്: ഞങ്ങളുടെ നാട്ടിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളെ ആരും ഗൗനിക്കാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല, അവഗണിക്കുകയാണ് പതിവ്. കാരണം അദ്ദേഹം മഹാത്മാഗാന്ധിയെ കൊന്നപ്പോൾ മിഠായി വിതരണം നടത്തിയ ആളാണ്. എന്തിനാണ് പിന്നെ RSSനെ പറ്റി പറയേണ്ടത്? എത്ര സുന്ദരമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം മഹാത്മാഗാന്ധിയെ കൊന്ന ദിവസം മിഠായി മധുരം വിതരണം നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല, അതൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ ആ ചുറ്റുപാടിനെ അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാം. അതേപോലെ അടിയന്തരാവസ്ഥയുടെ ഘട്ടം വന്നപ്പോൾ തടവുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കൂച്ചുവിലങ്ങനെ സംബന്ധിച്ച്
അദ്ദേഹം അവതരിപ്പിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കാര്യം, അന്ന് ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് യഥാർത്ഥത്തിൽ അവിടെ വലിയ അപകടകാരിയാണ് എന്നുള്ളതുകൊണ്ട് ത്രിപുരയിൽ നിന്ന് എത്രയോ ദൂരെ ഇവിടെയാണ് കൊണ്ടുവന്നത്, ചെന്നൈയിൽ. അപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പോയ ഒരു ചിത്രം നിർവൻ ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി മിസ തടവുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഓരോന്നും എന്തെങ്കിലും രീതിയിൽ ഭാവനാപൂർവ്വം അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഉള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് വാചാലമായി പറയാതെ ധ്വനിയോടുകൂടി കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ പുസ്തകത്തിൽ അവലംബിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കേസ് തീർപ്പാക്കിയ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഒന്നിതാണ്. അദ്ദേഹം ജസ്റ്റിസായിരുന്ന സന്ദർഭത്തിൽ റിക്കാർഡ് വേഗതയിലാണ് കേസുകൾ തീർപ്പാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കേസ് തീർപ്പാക്കിയത് സംബന്ധിച്ച് പഠിക്കുന്ന ഗവേഷക പ്രവർത്തകരുണ്ട്. അവരിതിനെ ചാർട്ട് ചെയ്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയപ്പോൾ അത് 96,000 കേസാണ് തീർപ്പാക്കിയത് എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ അപൂർവമായിരിക്കും. 96,000 കേസ് തീർപ്പാക്കാനായി ഒരു ജസ്റ്റിസിന് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ സംഭവം. വായിച്ചപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി. ഞാൻ എന്നിട്ട് വീണ്ടും അത് ഒന്നുകൂടി വായിച്ചു നോക്കി. അപ്പോൾ വേർതിരിച്ച് ഓരോന്നോരോന്നായിട്ട് കോളം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രേഖപ്പെടുത്തിയ ഇത് പഠിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 96,000 കേസിനെ സംബന്ധിച്ച്, അതിൻ്റെ പ്രത്യേകത സംബന്ധിച്ച്, ജഡ്ജ്മെൻറ്റിൻ്റെ പ്രത്യേകത സംബന്ധിച്ചെല്ലാം എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റിനെ പറ്റി ചരിത്രപരമായ പഠനം നടത്തുന്ന അതിന് വിധേയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജസ്റ്റിസുമാരിൽ ഒരാളായി ഈ ജസ്റ്റിസ് ചന്ദ്രു മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ മറ്റു വിശദീകരണത്തിലേക്കൊന്നും കടക്കാനില്ല. ഏതായാലും ഇത് നന്നായിട്ട് പഠിക്കേണ്ടിയാണ്, വായിക്കേണ്ടിയാണ്. അതാണല്ലോ നമ്മളിപ്പോൾ ഈ പ്രസാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിന്താ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കുന്ന ഈ അടുത്ത വന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുസ്തകമായിരിക്കും ഞാനെന്ന ജസ്റ്റിസ് എന്ന ഈ പുസ്തകം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. നന്നായിട്ട് ഒരു പ്രകാശനം കൂടി വെക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് സംബന്ധിച്ചെല്ലാമുള്ള നല്ല രീതിയിലുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു വേദി നമുക്ക് വേണം. അങ്ങനെ അത് പ്രസിദ്ധീകരിക്കുമ്പോഴാണ് അത് സംബന്ധിച്ചുള്ള നല്ല ധാരണയും അതുപോലെ തന്നെ രൂപവും എല്ലാവർക്കും മനസ്സിൽ രൂപപ്പെടുത്താനാകുക. അതുകൊണ്ട് ഏതായാലും വളരെ ഹ്രസ്വമായ ഒരു സമയത്തിനുള്ളിൽ ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാതെ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വി.ആർ. കൃഷ്ണയ്യർ എഴുതിയ കത്തും കത്തിൻ്റെ മുമ്പിലുള്ള സമർപ്പണവും വെച്ചുകൊണ്ട് അവസാനിപ്പിച്ച ഈ ജീവചരിത്ര ഗ്രന്ഥം വ്യതിരിക്തമായ ഒരു ആത്മകഥയാണ്. ആ ആത്മകഥ വായിക്കേണ്ടതും പഠിക്കേണ്ടതും സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊണ്ടു പോകുന്നവർക്ക് മാത്രമല്ല, ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലെ എല്ലാവർക്കും അത്യാവശ്യമാണ് എന്ന കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കാം. ഒരു നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ താൻ ആഗ്രഹിക്കുന്ന നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വളരെ വളരെ പിന്നിൽ നിൽക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യന് വേണ്ടി നിയമത്തെ ഉപയോഗിക്കാം എന്ന് ഗവേഷണപരമായ രീതിയിൽ പ്രവർത്തനം നടത്തി ആ ചട്ടക്കൂടിൻ്റെ അകത്ത് തന്നെ മനുഷ്യത്വപരമായ നിലപാടുകൾ സ്വീകരിച്ച് വി.ആർ. കൃഷ്ണയ്യരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരു പുതിയ തലം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട്, അത് കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യം മുതൽ അവസാനം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം LLB വിദ്യാർത്ഥിയായിട്ട് പോയപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കോടതിയുടെ മുമ്പിൽ എങ്ങനെയാണ് കേസ് നടത്തുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് പോയ സന്ദർഭത്തിലാണ് അവിടെ കമ്മ്യൂണിസ്റ്റുകാരെയും നക്സലൈറ്റുകളെയും എല്ലാം വിചാരണ ചെയ്യുന്ന കോടതിയുടെ പ്രത്യേകതയും അതിൽ അത്ഭുതപ്പെട്ടു പോകുന്നൊരു ചെറിയ കുട്ടിയുടെ, അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ചിത്രവും അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കിക്കാണുന്ന ഒരവസ്ഥയിൽ കൃത്യതയോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു പോകുന്ന രീതി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു പുസ്തകം തന്നെയാണ് ഞാനെന്ന ജസ്റ്റിസ്. അത് നിങ്ങളെല്ലാം സമ്മതത്തോടു കൂടി ചിന്താ പബ്ലിഷേഴ്സാണത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ അതിൻ്റെ പ്രസിദ്ധീകരണം ഇവിടെ പറഞ്ഞതുപോലെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്.
ഇന്ത്യൻ ഫെഡറലിസവും ഗവർണറുടെ പദവിയും എന്ന വിഷയം സംബന്ധിച്ച് ഒരു വിശദമായ പ്രസംഗം നിങ്ങൾ ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വിദഗ്ധരായ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും കേരളത്തിലെ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ വാക്കിലേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം, അത് ഞാൻ എത്രയോ വർഷം മുമ്പ് RSS ആണ് എന്നതാണ്. ഞാൻ എത്രയോ വർഷം മുമ്പ് RSS ആണെന്ന് പറഞ്ഞ ഒരു ഗവർണറെ സംബന്ധിച്ച് ഭരണഘടനാപരമായ അടിസ്ഥാന മൂല്യ വിശേഷണങ്ങളോ അതിൻ്റെ ഭാഗമായിട്ടുള്ള പഠനങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസവും ഗവർണറും എന്ന ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഫെഡറലിസം എന്ന സംവിധാനത്തെ, ആ തത്വസംഹിതയെ നിശിതമായിട്ട് എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ശക്തി ഏതാണ് എന്ന ചോദ്യത്തിന് സംശയമില്ലാതെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് RSS ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്ക് ഇങ്ങനെയല്ല വേണ്ടത് എന്നും, ഇന്ത്യയുടെ കൊടി ഇങ്ങനെയല്ല വേണ്ടത് എന്നും, ഇന്ത്യയുടെ സ്റ്റേറ്റ് ഇങ്ങനെയല്ല ഉണ്ടാവേണ്ടത് എന്നും, ഇന്ത്യയുടെ അധികാര വികേന്ദ്രീകരണ രീതിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണി, ഈ ഫെഡറൽ സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ച് അതിങ്ങനെയല്ല വേണ്ടത് എന്നും രാജ്യത്ത് കർക്കശമായ നിലപാട് സ്വീകരിച്ച ഒറ്റ പ്രസ്ഥാനമേ ഉള്ളൂ, അത് RSS ആണ്. RSS ഇതിനൊക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതായത് ഒരു കേന്ദ്രീകൃത ഗവൺമെൻറ്റും അതിൻ്റെ ഒപ്പം നല്ലതുപോലെ വളർന്നു വരുന്നൊരു സംസ്ഥാനവും വേണം എന്നതിനോട് RSS അന്നും ഇന്നും യോജിക്കുന്നില്ല. ജമ്മു ആൻഡ് കാശ്മീരിനെ സംസ്ഥാന പദവിയിൽ നിന്ന് മാറ്റി 2 യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റുമ്പോൾ ഇപ്പോഴല്ല, അവരാദ്യം മുതലേ പറഞ്ഞിരുന്നത് ഇങ്ങനെ സംസ്ഥാന പദവിക്ക് പകരം കേന്ദ്രീകൃത ഗവൺമെൻറ്റും അതിൻ്റെ കീഴിൽ 100 കണക്കിന് സ്റ്റേറ്റുകളുമാണ്. ഇതാണ് RSSൻ്റെ മുദ്രാവാക്യം. അപ്പോൾ 100 കണക്കിന് സ്റ്റേറ്റുകളാവാം. അപ്പോൾ അതോടുകൂടി സ്റ്റേറ്റ് ഇല്ലാണ്ടായി. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഫെഡറൽ സംവിധാനത്തിൻ്റെ ആ കൈവഴി ഇല്ലാതാവും. കാരണം 100 കണക്കിന് സ്റ്റേറ്റാണ്. ഏത് സ്റ്റേറ്റാ ശക്തിയായിട്ട് നിൽക്കുക? കേന്ദ്രത്തിലാണ് മുഴുവൻ അധികാരങ്ങളും കേന്ദ്രീകരിക്കുക. കേന്ദ്രീകൃത അധികാര സംവിധാനത്തെ പറ്റിയാണ് RSS അന്നേ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതേ അവർക്ക് ആലോചിക്കാൻ സാധിക്കുമായിരുന്നു. അതേപോലെ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് അതിൻ്റെ അധികാര അവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, ഈ ഭാരതത്തിൻ്റെ പതാക സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്, റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്, ഇതെല്ലാം തന്നെ ഏകീകൃതമായ സ്വേച്ഛാധിപത്യപരമായ ഒരു സംവിധാനത്തിലേക്ക്, ഫാസിസത്തിലേക്ക് നീങ്ങാൻ ഉതകുന്ന രീതിയിലുള്ള ഒന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ മറ്റ് ജനവിഭാഗങ്ങൾ, മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റ് ഉൾപ്പെടെയുള്ളതെല്ലാം ഇവിടെ ഉണ്ടാവേണ്ടതല്ല. ഇവിടെ സംയുക്തമായ ഒരു സംസ്കാരമല്ല വേണ്ടത്. നമ്മളിപ്പോൾ വൈവിധ്യത്തെ പറ്റിയൊക്കെയാണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈവിധ്യത്തിനൊന്നും ആവശ്യമില്ല, അതുള്ളത് അപകടമാണെന്നാണ്. അപ്പോൾ ഒറ്റ ഒരു രാജ്യം, അതാണ് ഐസക് ആദ്യം സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഒരു രാജ്യം, ഒരു ഭരണകൂട സംവിധാനം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഷയും കാര്യം എല്ലാം തന്നെ, ആ രീതിയിലുള്ള നിലപാടാണ്. അത് വ്യത്യസ്ത രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനം, ഒരു RSS ആയി ഞാൻ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഗവർണർ, ആ ഗവർണർ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നതിന് പകരം RSSൻ്റെ ദൗത്യം നിർവഹിക്കാൻ പുറപ്പെടുന്നു. പിന്നെ മാർക്സത്തെ പറ്റിയെല്ലാം പറയുന്ന കാര്യങ്ങൾ, അതിലൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാർക്സും അങ്ങ് ദൂരത്ത് നിന്ന് വന്നെയാണ് എന്നെല്ലാം പറഞ്ഞാൽ അദ്ദേഹം തന്നെ, നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ ഗവർണർ തന്നെ വിശദീകരിക്കുന്ന അവസ്ഥയുണ്ടായി. അത് അദ്ദേഹത്തിന് മാർക്സത്തെ പറ്റി ധാരണയില്ലാതെ കൊണ്ട് മാത്രമാണെന്നാണ് എൻ്റെ ധാരണ. കാരണം ജനാധിപത്യം എന്നുള്ളത് ഇന്ത്യൻ പദമൊന്നുമല്ലല്ലോ, പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പദമൊന്നുമല്ലല്ലോ. ഇപ്പം അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ഇന്ത്യ ഒന്നുമല്ലല്ലോ. അപ്പം നമ്മളെല്ലാം കടം കൊണ്ടിട്ടുണ്ട്, കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നതും മുന്നോട്ടേക്ക് പോകുന്നതും. പിന്നെ മാർക്സത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു അവ്യക്തത, ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മാർക്സ് എന്ന് പറയുന്നത് മാർക്സും എംഗൽസും എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ താളുകൾ അധ്യായ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് എന്ന ഒരു തെറ്റിദ്ധാരണയും മാർക്സിസ്റ്റുകാർക്കോ ഇടതുപക്ഷക്കാർക്കോ ഇല്ല. മാർക്സും എല്ലാറ്റിൻ്റെയും മാറ്റത്തെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ കാതലായ ഒരു ഭാഗം. മാറാത്ത, മാറ്റമില്ലാത്ത ഒന്നും തന്നെ പ്രകൃതിയിലോ പ്രപഞ്ചത്തിലോ സമൂഹത്തിലോ ഇല്ല. അങ്ങനെ മാറ്റത്തിന് വിധേയമാവുന്ന ഈ നിമിഷം വരെ, ഞാനിവിടെ നിങ്ങളോട്, നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ
ലോകത്താകെ ആർജിച്ച സർവതലസ്പർശിയായ മേഖലയിലുള്ള എല്ലാ കണ്ടെത്തലുകളെയും സയൻസിനെയും ചരിത്രത്തെയും നിയമത്തെയും എല്ലാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സർവസ്വവും എങ്ങനെയാണോ മാറിയിട്ടുള്ളത് മാറി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ പുതിയ പുതിയ കണ്ടെത്തലുകളെയും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അത് പൂർണ്ണമായിട്ടും ഉൾച്ചേർത്ത് വളരുന്ന ഒന്നാണ് മാർസം. അതല്ലാതെ മാർസും എംഗൽസും എഴുതിയിട്ടുള്ള അന്നത്തെ ഖണ്ഡിക അനുസരിച്ചാണ് മാർസം എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഗവർണർക്ക് ഈ അബദ്ധം പറ്റിയത്. അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കടം കൊണ്ട മറ്റെവിടെയോ ഉള്ള യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാഴ്ചപ്പാട് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഊന്നി ഈ കാര്യം വിശദീകരിച്ചത്. അപ്പോൾ മാറ്റം വിധേയമാകുകയാണ്. അത് നമ്മളെല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നവീകരണ പ്രക്രിയയിൽ നിന്ന് ലഭിക്കുന്ന ഓരോന്നിനെയും ഉൾച്ചേർത്തുകൊണ്ടാണ് മാർസം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദർശനത്തെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ അദ്ദേഹം, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, RSSൻ്റെ ശാഖയിൽ പോകുന്ന കുട്ടികളെ പോലെ പെരുമാറരുത് എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ അന്ത്യം കുറിക്കുകയും ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിലേക്ക് രാജ്യത്തെ നയിക്കുകയും അതിൻ്റെ 100ാം വാർഷികം, RSSൻ്റെ 100ാം വാർഷികം വരാൻ പോകുന്നത് 2025 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തലത്തിലേക്കുള്ള നീക്കം നയിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെ യഥാർത്ഥത്തിൽ ശക്തമത്തായ ജനാധിപത്യ അടിത്തറയിൽ നിന്നുകൊണ്ട് എതിർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, ഇടതുപക്ഷക്കാർക്ക് മാത്രമല്ല, ഈ രാജ്യം നിലനിന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിട്ട് മാറേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇന്ത്യൻ ഫെഡറലിസവും ഗവർണറുടെ ഇന്നത്തെ ഈ ഒരു പദവിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്. CPIMൻ്റെ പാർട്ടി പരിപാടി, അതാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ ഗ്രന്ഥം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ജനകീയ ജനാധിപത്യ ഗവൺമെൻറ് എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ആ ജനകീയ ജനാധിപത്യ ഗവൺമെൻറ് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഗവർണർ വേണ്ട എന്നാണ്. എന്നാൽ ഞങ്ങളിപ്പോൾ ഗവർണർ ഇന്നത്തെ ഈ പരിസ്ഥിതി ഇതിപ്പോൾ ഒരു ജനകീയ ജനാധിപത്യ ഗവൺമെൻറ് അല്ലല്ലോ. ഒരു തരത്തിലേക്കുള്ള വളർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നീങ്ങുമ്പോൾ ഒരു ഗവർണറും ഈ ഇന്ത്യക്കോ അല്ലെങ്കിൽ കേരളത്തിനോ ആവശ്യമില്ല. ആ നിലപാടാണ് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇപ്പൊന്നല്ല, 1964 മുതലുള്ള പാർട്ടി പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡികയാണ് ഈ ഖണ്ഡിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ അഭിപ്രായം അതിനൊരുപാട് കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു ജനകീയ ജനാധിപത്യ ഗവൺമെൻറ് അല്ല. ഇന്നത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗവർണറുണ്ട്. ആ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്ക് നിയമപരമായ ഭരണഘടനാപരമായ അധികാരാവകാശങ്ങളുണ്ട്. ആ ഭരണഘടനാപരമായ അധികാരാവകാശങ്ങൾ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് പകരം അതിൻ്റെ മേലെ RSSൻ്റെ വളരെ ഫലപ്രദമായ നിലപാടുകൾ മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്ന നിലപാട് സ്വീകരിച്ചു പോകുന്നത് നിയമപരമല്ല, ഭരണഘടനാപരവുമല്ല. അപ്പോൾ ഭരണഘടനാപരമല്ലാത്ത നിയമപരമല്ലാത്ത നിലപാടുകളെ ഫലപ്രദമായിട്ട് എതിർത്തുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ വെറുതെ വന്നൊരു ഗവൺമെൻറ് എന്നല്ല, ഭരണഘടനാപരമായിട്ട് വന്നതാണ്, നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്ന ഗവൺമെൻറ്റിനെ പ്രയാസപ്പെടുത്തത്തക്ക രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന RSSൻ്റെയും ചട്ടുകമായി പ്രവർത്തിക്കാൻ ഗവർണർ മുമ്പോട്ടേക്ക് വരുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ അതുകൊണ്ട് തന്നെ തെറ്റാണെന്നും ആണ് എനിക്ക് ഈ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാതെ നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ശ്രീ PC ചാക്കോ. ആദരണീയനായ ശ്രീ തോമസ് ഐസക്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് ചന്ദ്രു, ബഹുമാന്യനായ CPIMൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഈ വേദിയിലുള്ള ജനനേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ
ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് AKG പഠന ഗവേഷണ കേന്ദ്രത്തോടും ഇന്ത്യൻ ലോയേഴ്സ് യൂണിയനോടും അതിൻ്റെ ഭാരവാഹികളോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ ചർച്ചയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഒരു വലിയ ബഹുമതി ഇന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതേക്കുറിച്ചൊരു വാക്ക് എനിക്ക് പറയണം. അത് ജസ്റ്റിസ് ചന്ദ്രു അദ്ദേഹത്തിൻ്റെ ആത്മകഥ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നതാണ്. ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ ആത്മകഥയിൽ ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ ഹ്രസ്വമായിട്ടാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ ആദ്യത്തെ താളെന്ന് മറിച്ച് നോക്കിയപ്പോൾ കണ്ടത് 6.25 വർഷം മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജായിരുന്നപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞ 96,000 കേസുകൾക്ക് തീർപ്പാക്കി എന്ന ആ ഒരു പാരഗ്രാഫാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ഡൽഹിയിലെ ഒരു കേരളീയനായ സുപ്രീം കോടതി ജഡ്ജിയുടെ യാത്രയയപ്പ് യോഗത്തിൽ ഒരിക്കൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ആ സദസ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്, അദ്ദേഹം പൂർണ്ണമായി കേട്ടുകഴിഞ്ഞ എല്ലാ ഹിയറിങ്ങും പൂർത്തിയായ 100 കണക്കിന് കേസുകളുടെ ജഡ്ജ്മെന്റ് എഴുതാതെയാണ് അദ്ദേഹം പോകുന്നത് എന്നാണ്. യുവർ ഓണർ, ഇൻ ഫാക്ട് I don't know whether you can follow what I am saying. A Supreme Court judge on this sea of ceremony, I was told by somebody that after complete hearing of the cases, hundreds of cases, judgments were not written by a Supreme Court judge. In less than 7 years' time, you could write the judgment of 96,000 cases. ഇന്ന് ഇന്ത്യയിലെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളാണ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് നാമൊക്കെ വിശ്വസിക്കുന്നത്. ഒരു കാലത്തും തീരാത്തവണ്ണം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ എന്തുമാത്രം വലിപ്പം മാറ്റങ്ങൾ ഉണ്ടായിരുന്നാലും തീരാത്ത അത്ര കേസുകൾ കെട്ടിക്കിടക്കുക. ഒരു പക്ഷേ അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും അധികമാകാത്ത ഒരു ട്രാക്ക് റെക്കോർഡാണ് ജസ്റ്റിസ് ചന്ദുവിൻ്റെത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയായി ഞാൻ കരുതുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഫെഡറലിസവും ഗവർണറുടെ അധികാരങ്ങളും എന്ന വിഷയമാണ്. ഇത് ചർച്ച ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിവിദഗ്ധമായ ഓർമ്മകളിൽ നിന്ന് ഇങ്ങനെ ഇതളുകൾ വിരിയുന്നത് പോലെ ജസ്റ്റിസ് ചന്ദ്രു ഇവിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ഗവർണർമാരുടെ കടും കൈകളെക്കുറിച്ച്, ഇന്ത്യയിലെ ഗവർണർമാർ നടത്തിയിട്ടുള്ള ഭരണഘടനാ ലംഘനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ചത് അത്ഭുതത്തോടുകൂടി, ആദരവുകളോടുകൂടിയാണ് നമ്മൾ കേട്ടിരുന്നത്. ഇവിടെ ഇന്ന് കേരളം നേരിടുന്ന ഒരു ഗവർണറുടെ ഭരണഘടന വ്യാഖ്യാനിക്കുന്നതിൽ, മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന് സംഭവിച്ചു പോയ അപാകതകളുടെ പേരിൽ ഈ സംസ്ഥാനം അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇന്ത്യയുടെ ഭരണഘടന അത് നിലനിൽക്കണം. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി നിലനിർത്തുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന നിലനിൽക്കുമോ എന്ന ഒരു ചോദ്യം 13-12 മാസം കഴിഞ്ഞാൽ ഇന്ത്യയിൽ വീണ്ടും ഒരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പാണ്. 2024 ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ്. ഇവിടെ നേരത്തെ ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് അല്ല ഉണ്ടാവേണ്ടത്, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രം അല്ല ആവേണ്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരുടെ ഭരണത്തിന്റെ കീഴിലാണ് ഇന്ന് ഈ രാജ്യം. അതുകൊണ്ട് 24 നിർണായകമായ ഒരവസരമാണ്. വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ ഭരണഘടന മാറ്റാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷത്തോടു കൂടി ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുള്ളവരാണ് നാം ഒക്കെ.
ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടന എഴുതിയതിനെക്കുറിച്ച് ഒക്കെ ഭരണഘടനയെക്കുറിച്ച് തന്നെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഭരണഘടനയെക്കുറിച്ച് വളരെ തെറ്റായ ഒരു പരാമർശം ഉണ്ടായപ്പോൾ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ ആണ് ഒരു നാവ് പിഴ പോലെ ഒരു പരാമർശനം ഉണ്ടായപ്പോൾ അതിൽ വളരെ ദുഃഖിച്ച ഒരാളാണ് ഞാനെന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ. കാരണം കോൺഗ്രസ്സുകാർ എഴുതിയതല്ല ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ ഭരണഘടനാ ശില്പി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന അംബേദ്കർ കോൺഗ്രസ്സുകാരനായിരുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടോ അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളോടോ മാത്രമല്ല, മഹാത്മജിയോട് പോലും അതിശക്തമായി വിയോജിച്ചിട്ടുള്ള ഒരാളായിരുന്നു ശ്രീ അംബേദ്കർ എന്ന് നമുക്കറിയാം. അദ്ദേഹമാണ് ഭരണഘടനാ ശില്പിയായി ഈ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുഖ്യ ആൾ ശ്രീ അംബേദ്കറാണ്. അതുപോലെ ഒരുപാട് ആളുകൾ വലതുപക്ഷത്തു നിന്നും ഇടതുപക്ഷത്തു നിന്നും ഒക്കെയുള്ള ഒരുപാട് ബുദ്ധിജീവികളായ ആളുകൾ ഈ ഭരണഘടന എഴുതുന്നതിന് തീരുമാനമെടുത്തവരാണ്. ഇന്ത്യയുടെ ഒരു സുഹൃതം പോലെ, ഒരു ഭാഗ്യം പോലെ നമുക്കുണ്ടായ ഈ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. എന്ന് മാത്രമല്ല, ആ ഭരണഘടന ലോകത്തിലെ ഏറ്റവും അധികം ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് നിലനിൽക്കാൻ, വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ നിലനിർത്താൻ, മൗലിക അവകാശങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിർത്താൻ ഉപയുക്തമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ഉള്ളത് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. ആ ഭരണഘടന ഒരു പക്ഷേ ഇവിടെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ജനകീയ ജനാധിപത്യ സംവിധാനത്തിന് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നതാവില്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കടന്നു വന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ എല്ലാ അതിപ്രസരങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ ഭരണഘടന മതത്തിൻ്റെ അല്ലെങ്കിൽ പുരാണങ്ങളുടെ അല്ലെങ്കിൽ ഇതിഹാസങ്ങളുടെ റിഫ്ലക്ഷനുള്ള ഒരു ഭരണഘടനയാവണം എന്ന് ആഗ്രഹിച്ചവരുണ്ട്. അടിസ്ഥാനത്തിലുള്ളതാവണം എന്ന് ആഗ്രഹിച്ചവരുണ്ട്. പക്ഷെ പണ്ഡിറ്റ്ജിയെ പോലുള്ള ആളുകളൊക്കെ അതിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് ഒരു മതേതര സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ഭരണഘടനയാണ് നമുക്കുണ്ടാകാൻ കഴിഞ്ഞത്. അതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിലെ പല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ പരസ്പര വിരുദ്ധമായ പല പ്രവണതകളും ഉണ്ടായിരുന്നു. ആ പ്രവണതകൾ പരസ്പരം മത്സരിച്ചും അനുകൂലിച്ചും എതിർത്തും ഒക്കെ പോയി ശാഖോപശാഖകളായി പോയ ഒരുപാട് പ്രവണതകൾ, അതെല്ലാം കൂടി അതിൻ്റെ ഒരു ആകത്തുകയായിട്ടാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായത് എന്ന് നമുക്കറിയാം. ആ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കും. ആ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്ന, അപകടത്തിലാകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യ പോകാതിരിക്കണം എന്നതാണ് നാം ഇന്നിവിടെ ആഗ്രഹിക്കുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ മുഖ്യമായ ഒന്നാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ഫെഡറൽ റിപ്പബ്ലിക്കായി നിലനിൽക്കുമ്പോഴും നമുക്കറിയാം ആ ഫെഡറലിസം ഇന്ന് കുറേശ്ശെയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രീ തോമസ് ഐസക് പറഞ്ഞ, അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്ന കാലത്താണ് ഇന്ത്യയിലെ GST നടപ്പാക്കുന്നത്. ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് സെയിൽ ടാക്സ് അല്ലെന്നൊരിക്കൽ ടാക്സ് പിരിച്ചെടുക്കാനുള്ള അധികാരമാണ്. ആ അധികാരം ഇന്ന് GSTക്ക് വിട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ വാഗ്ദാനം ആദ്യത്തെ കുറെ വർഷങ്ങളിലേക്കുണ്ടാകുന്ന നഷ്ടം നികത്താമെന്നാണ്. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് അടക്കം വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾക്ക്, തങ്ങളുടേതല്ലാത്ത സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കേന്ദ്രം കൊടുക്കാനുള്ള കടം എത്രയാണെന്നറിയുമോ? GSTയുടെ ഒരൊറ്റ ഇനത്തിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കിട്ടാനുള്ളത് ആയിരക്കണക്കിന് കോടി രൂപയാണ്. പക്ഷെ ഇവിടെ നമുക്ക് നമ്മളെ സാമ്പത്തികമായി ഞെരുക്കി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് നോക്കുന്നത്. അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ള പണം പോലും, GSTയുടെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പണം പോലും നമുക്കിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. നമുക്ക് തന്നെയല്ല, മറ്റു പല സംസ്ഥാനങ്ങൾക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ഫെഡറലിസം, ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഒരിടത്തും നമ്മുടെ ഭരണഘടനയിൽ ഫെഡറലിസം എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഈസ് എ
യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. പക്ഷേ ഇത് കൂടുതൽ ഫെഡറൽ ഇൻ ക്യാരക്ടറായി മാറുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ചിന്തിക്കേണ്ടത്. കൂടുതൽ ഇന്നത്തെ ഫെഡറൽ ക്യാരക്ടർ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ നിയമം, അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥ, അതുപോലെ തന്നെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം, ഇതെല്ലാം നിലനിൽക്കുന്നത്, ഒരു മതേതരത്വം, ഇതൊക്കെ നിലനിൽക്കുന്നത് ഈ ഭരണഘടനയിലൂടെയാണ്. ആ ഭരണഘടനയുടെ ഫെഡറൽ ക്യാരക്ടർ അത് നിലനിർത്തുക എന്നതാണ് ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. ഇവിടെ നാം ഫെഡറലിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചും പറയുന്നു. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ്, പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ, തമിഴ്നാട്ടിലും ഒക്കെ ഗവർണർമാർ നടത്തുന്ന സാഹസങ്ങളെ കുറിച്ചൊക്കെ ജസ്റ്റിസ് ചന്ദ്രു ഇവിടെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്നിവിടെ കാണുന്നത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി ഒരു ഗവർണർ പരസ്യമായി പത്രസമ്മേളനങ്ങളിലൂടെ ഈ ഗവൺമെന്റിനെതിരായി അട്ടഹസിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആരാവട്ടെ ഗവർണർ, ആര് തന്നെ ആയിരുന്നാലും ശരി, അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളുടെ തെറ്റും ശരിയിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. അത് ജനാധിപത്യ പ്രക്രിയയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നതിന് തുല്യമാണ്. ഇത് നമുക്ക് സഹിക്കാനാവുമോ? കേരളം പോലുള്ള ഒരു പുരോഗമന വീക്ഷണമുള്ള ജനങ്ങളുടെ മുൻപിൽ ഈ കേരളത്തിലെ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, ഈ നടപടി നമുക്ക് പൊറുക്കാനാവാത്തതാണ്. ഇതിനെതിരായ അതിശക്തമായൊരു പ്രചരണം ഉണ്ടാവണം. ഇത് ഗവർണറും മുഖ്യമന്ത്രിയും ഗവർണറും മാത്രം മറുപടി പറയേണ്ട ഒരു വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ഈ ഗവർണർമാരുടെ നടപടികൾക്കെതിരായ, ഗവർണർ പദവിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു, ഗവർണർ പദവി വേണോ വേണ്ടയോ എന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട്. 1946 മുതൽ 49 വരെ 3 കൊല്ലക്കാലം 100 കണക്കിന് ദിവസങ്ങളിൽ, 1000കണക്കിന് മണിക്കൂറുകളിൽ, എത്രയോ സെഷനിൽ ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടന രൂപീകൃതമായിട്ടുള്ളത്. അവിടെ വളരെ വ്യക്തമായി ഗവർണർമാരുടെ അധികാരം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ നിയോഗിച്ചിരുന്ന അവരുടെ ഏജന്റന്മാരെ പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജന്റായി ഒരു ഗവർണർ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഗവർണർക്ക് ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചാൽ അത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകളുടെ നേരെയുള്ള ഒരു വെല്ലുവിളി ആവില്ലേ എന്ന ചോദ്യം നമ്മൾ ഇന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉയർന്നിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. വിവരക്കേടുള്ള പല ഗവർണർമാര് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സുപ്രീം കോടതിയുടെ വിധി ന്യായങ്ങൾ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ, കോൺസ്റ്റിറ്റ്യൂഷന്റെ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ ഗവർണറുടെ ഡിസ്ക്രിഷണറി പവേഴ്സിനെ കുറിച്ച് മാത്രം വായിച്ച് വശായിട്ടുള്ള ഒരു ഗവർണറുടെ പ്രസ്താവനയാണ് കേരളത്തിൽ നമ്മളിന്ന് കാണുന്നത്. അതുകൊണ്ട് ഇത് ആവശ്യമില്ലാത്ത ഒരു സ്ഥാനമാണ് എന്ന ചിന്ത, അത് വളരെ ഉറച്ച ചിന്ത ശ്രീ HV കമ്മത്തിനെ പോലുള്ള ആളുകളൊക്കെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ചർച്ച ചെയ്ത അവസരത്തിൽ ഉയർന്നിട്ടുണ്ട്. അന്ന് ശ്രീ അംബേദ്കർ പറഞ്ഞിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഇതൊരു ആലങ്കാരികമായ സ്ഥാനമല്ലേ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നാണ്. ഇത് അദ്ദേഹം വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ, ഒരു ഭൂരിപക്ഷ ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ യാതൊരു അധികാരവും ഒരു ഗവർണർക്കില്ല. ഇത് ആലങ്കാരികമായ ഒരു പദവിയാണ് എന്ന് വ്യക്തമായി ഡോക്ടർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം വളരെ സ്പെസിഫിക്കായി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ, ഇങ്ങനെ കേന്ദ്രത്തിന്റെ ഏജന്റായ ഗവർണർ സംസ്ഥാന ഗവൺമെന്റിന്റെ, തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്തായിരിക്കും അതിന്റെ പരിണിത ഫലം എന്ന് ചോദിച്ചവരുണ്ട്. ഈ സ്ഥാനം നിലനിർത്തണമോ എന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനം തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഗവർണർ പദവി വേണമെന്നാണ്. ബ്രിട്ടീഷുകാർക്ക് അന്ന് പുച്ഛമായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന കാലത്ത് നമുക്കൊന്നും ഈ ജനാധിപത്യം ഒന്നും അടങ്ങുന്നില്ല, ഇവർക്കൊന്നും ഇത് കൊണ്ടു നടക്കാനുള്ള കഴിവുള്ളവരല്ല, അതുകൊണ്ട് ഇന്ത്യയിലെ നിരക്ഷരരായ ജനങ്ങൾക്ക് ജനാധിപത്യം ഒന്നും അടങ്ങില്ല എന്ന് പറഞ്ഞ് നമ്മളെ ശപിച്ചിട്ടാണ് അവർ പോയത്. പക്ഷേ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ജനാധിപത്യം പരാജയപ്പെട്ടപ്പോഴും നിരക്ഷരരായ ഇന്ത്യക്കാര് ഇവിടെ ജനാധിപത്യം നിലനിർത്തിയിട്ടുണ്ട്. ഭരണകൂടങ്ങൾ വരികയും പോവുകയും ഒക്കെ ചെയ്യും,
പക്ഷെ ജനാധിപത്യം അടിസ്ഥാനപരമായി ഇന്ത്യ രാജ്യത്ത് 70 വർഷത്തിനു ശേഷം നിലനിൽക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. പക്ഷേ ആ ജനങ്ങളുടെ അധികാരം, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകളുടെ അധികാരം, ആ അധികാരം കവർന്നെടുക്കാനും ആ അധികാരത്തെ ആക്ഷേപിക്കാനും ആ അധികാരത്തിന്റെ നേരെ കൊഞ്ഞനം കുത്താനും ഗവർണർ എന്ന പദവി ഉപയോഗിക്കുന്നതാണ് നാം ഇവിടെ കാണുന്ന ഏറ്റവും വലിയ വിരോധാഭാസം. ആ വിരോധാഭാസം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ജനകീയമായ അഭിപ്രായ രൂപീകരണമാണ് കേരളത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഫെഡറലിസത്തിന് കത്തിവെക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിലെ ഭരണകൂടം ഇതൊരു യൂണിറ്ററി സ്റ്റേറ്റ് ആകണം. ഇന്ത്യൻ ഫെഡറലിസത്തിന് നിർഭാഗ്യവശാൽ കൂടുതൽ ഒരു യൂണിറ്ററി കേന്ദ്രത്തിന്റെ അനുകൂലമായ ഒരു ചായ്വുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് നിഷേധിക്കാനാവില്ല. മറ്റു പല രാജ്യങ്ങളെയും പോലെ ഒന്നിച്ച് വന്ന ഒരു യൂണിയൻ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഫെഡറൽ ക്യാരക്ടറിനകത്ത് തന്നെ കേന്ദ്രത്തിന് കൂടുതൽ മുൻതൂക്കമുള്ള ഒരു ഫെഡറലിസമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ഓരോ ഇഞ്ച് ഭൂമിയിലും 2 ഗവൺമെന്റുകളുണ്ട്. 2 ഗവൺമെന്റുകൾക്കും ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്. 2 ഗവൺമെന്റുകളെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിന് അധികാരങ്ങളെയും മുൻതൂക്കമുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. ഇത് അടിസ്ഥാനപരമായി നാം വിശ്വസിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിനെതിരാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ നാം കാണണം. ഫെഡറലിസം കൂടുതൽ ശക്തിപ്പെടണം. അതുപോലെ തന്നെ അധികാരമില്ലാത്തവർ അധികാരം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായ ജനകീയ അഭിപ്രായ രൂപീകരണം ഉണ്ടാകണം. ഇന്ത്യയുടെ ഏറ്റവും പവിത്രമായി ഒരുപക്ഷെ നമ്മുടെ പുണ്യം എന്ന് നമുക്ക് പറയാം, നമുക്ക് ലഭിച്ചിട്ടുള്ള ഭരണഘടന അഭംഗുരം നിലനിൽക്കണം. വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണെങ്കിലും ഫെഡറലിസം ആണെങ്കിലും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ എല്ലാ സവിശേഷതകളും നാം ഉൾക്കൊള്ളുന്നത് ഈ ഭരണഘടനയിൽ നിന്നാണ്. ആ ഭരണഘടന ഒരു പക്ഷേ ഒരു 3/2 ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റാണ് ഇന്നത്തെ ഗവൺമെന്റ്. വീണ്ടും അങ്ങനെയാണ് വരുന്നത് എന്ന് വരികിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് വലിയ ശുഭപ്രതീക്ഷ നമുക്കില്ല. അതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നാണ് ഫെഡറലിസത്തെ കുറിച്ചും അതുപോലെ തന്നെ ഗവർണർ അമിതാധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും അതിനെല്ലാം കവിഞ്ഞു നിൽക്കുന്ന നിരവധി ഉദാഹരണങ്ങളിലൂടെ ഇന്ത്യയിൽ ഗവർണർമാർ അധികാരങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് ജസ്റ്റിസ് ചന്ദ്രൂടെ പറഞ്ഞു. അത് നമുക്ക് വലിയൊരു പാഠമായിരുന്നു, വലിയൊരു അനുഭവമായിരുന്നു. വളരെ ഒരു താല്പര്യപൂർവ്വമാണ് നമ്മൾ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരുന്നത്. അതിനപ്പുറത്ത് ഇനി ഒരു വാക്കും ഇന്നത്തെ ഈ സെമിനാറിൽ ആവശ്യമില്ല എന്നെനിക്കറിയാം. ഒരിക്കൽ കൂടെ ഈ ചർച്ചാവേദിയിലേക്ക് നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ശ്രീ തോമസ് ഐസക്കിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി പ്രൊഫസർ ലോപ്പസ് മാത്യു. ഒരു വാഹനത്തിൻ്റെ താക്കോൽ ഇവിടെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആരുടെ വെച്ചാൽ വന്ന് വാങ്ങാം. ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ തോമസ് ഐസക്, ഓണറബിൾ ജസ്റ്റിസ് കെ ചന്ദ്രു, വേദിയിലുള്ള ഏറ്റവും ബഹുമാന നേതാക്കന്മാർ തോമസ്, നമ്മുടെ PC ചാക്കോ ഉൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വർഗീസ് ജോർജ് ഉൾപ്പെടെ ഈ വേദിയിലും വേദിക്ക് മുമ്പിലുമുള്ള ബഹുമാനും പ്രിയങ്കരമായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇനി ദീർഘമായ ഒരു പ്രതിപാദനത്തിൻ്റെ ആവശ്യമില്ല. തീർച്ചയായും ഒരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ ഈ വിഷയങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചർച്ചയും ചെയ്ത ഒരു ഓഡിയൻസാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും സന്തോഷം 2 കാരണങ്ങളാൽ. ഒന്ന്, ഒരുപക്ഷെ കേരള കോൺഗ്രസും അല്ലെങ്കിൽ ഞാനൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനം പങ്കെടുക്കുമ്പോൾ മൺമറഞ്ഞ KM മാണി സാർ ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ള വിഷയം ഈ ഫെഡറലിനെ സംബന്ധിച്ചാണ്, അല്ലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് കേന്ദ്രം സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ആ വിഹിതത്തെ സംബന്ധിച്ച്, പലപ്പോഴും അതിൻ്റെ പോരായ്മകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ പല പ്രാവശ്യം ആവർത്തിച്ച് എല്ലാ സമ്മേളനങ്ങളും 8ാം പദ്ധതിക്ക് ബദൽ സമീപനം ആ രേഖ സമർപ്പിക്കുമ്പോഴും എല്ലായ്പ്പോഴും. അപ്പോൾ അന്നൊക്കെ ഞാൻ ഓർത്തിരുന്നു, ഇത്രമാത്രം പ്രശ്നമുണ്ടോ?
പക്ഷെ യഥാർത്ഥ അവസ്ഥ എന്താ? പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം നമുക്കറിയാം എല്ലാ തലത്തിലും, എല്ലാ തരത്തിലും, എല്ലാ അർത്ഥത്തിലും, അത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഫിനാൻസ് ആകട്ടെ, സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന നയസമീപനം എടുക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് വന്നിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ അപകടകരമായ ഒരവസ്ഥയാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും അവന്റെ ജീവിതം ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസ്ഥയാണ്. കേന്ദ്രത്തിന് അധികാരമുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കറിയാം നമ്മുടെ ജീവിത കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളാണ്. ആ ഗവൺമെന്റുകളെ ചുരുക്കുന്ന, അവരെ സാമ്പത്തികമായി ഞെരുക്കുന്ന, അവരെ എല്ലാ അർത്ഥത്തിലും ഞെരുക്കുന്ന ഒരു നയസമീപനമായ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ, ഒരു യൂണിയൻ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ, യൂണിയൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കാതെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ഈ പോക്ക് ഏറ്റവും അപകടകരമാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതിവിടെ ഈ സെമിനാർ ചർച്ച ചെയ്യുമ്പോൾ അത് ഏറ്റവും അനിവാര്യമാണ്. ഇതിന് സംഘാടകർക്ക് നന്ദി പറയാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ ഈ സമ്മേളനത്തിൽ നമുക്കറിയാം ബഹുമാനായ ജസ്റ്റിസ്, ഓണറബിൾ ജസ്റ്റിസ്, ഹി സ്കാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ്, ഇല്ലസ്ട്രേറ്റഡ് കഴിഞ്ഞ കാല കേന്ദ്ര ഗവൺമെന്റുകളുടെ അല്ലെങ്കിൽ ഗവർണർമാരുടെ നടപടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തെ ഹൈക്കോടതികളും പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ വന്ന കേസുകളുടെ ആ കാര്യങ്ങൾ അദ്ദേഹം വളരെ സവിസ്തരമായി ഇവിടെ പ്രതിപാദിച്ചു. അത് എണ്ണി പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. അത് ഏറ്റവും വലിയ ഒരു അനുഭവമായിരുന്നു. തീർച്ചയായും അത് കേൾക്കാൻ കഴിഞ്ഞതിൽ, അതിനോടൊപ്പം അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന ജസ്റ്റിസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യവും അഭിമാനവും പങ്കുവെക്കാനും ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ ഈ ഫലത്തെ സംബന്ധിച്ചോ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ചോ GSTയെ സംബന്ധിച്ചോ ഒന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഗവർണർ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് വിവാദമാക്കിയ പല വിഷയങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറയാൻ നമുക്കറിയാം, നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അപ്പോയിൻമെന്റാണ്, അല്ലെങ്കിൽ ഒരു തുടർ നിയമനമാണ്. വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളെ നമ്മൾ അദ്ദേഹത്തോട് അനുബന്ധിച്ച് വർത്താനം പറഞ്ഞതിൽ പറ്റിക്കുകയാണ്. കാരണം ഇതൊരു പുതിയ കാര്യമല്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമായത് UGCയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അത് നടക്കാതെ വന്നുകൊണ്ടാണ്, പലപ്പോഴും കേരളത്തിൽ ഇതിനൊന്നും നടക്കാതെ എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൊരു ഗവൺമെന്റ്, ഒരു തുടർ ഗവൺമെന്റ് വന്ന് ഇപ്പോഴാണ് ഒരു ഗവൺമെന്റ് വെച്ച ഒരു വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ അക്കാഡമി ബാക്ക്ഗ്രൗണ്ട് തുടർ കൊടുക്കണോ എന്ന് തീരുമാനിക്കാൻ പലപ്പോഴും ഈ ഗവൺമെന്റ് മാറുന്നതുകൊണ്ട് പറ്റിയിട്ടില്ല. ഇപ്പൊ അതൊരു അവസരം വന്നു. അപ്പോൾ അക്കാഡമി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വൈസ് ചാൻസലർ വന്നപ്പോൾ അദ്ദേഹത്തിന് തുടർ നിയമനം കൊടുക്കാനുള്ള പ്രൊവിഷൻ UGCയിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അത് പ്യൂർലി അക്കാഡമിക്കാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും ആസ് എ PSC മെമ്പർ. ഈ വൈസ് ചാൻസലറോടൊപ്പം സബ്ജക്ട് എക്സ്പേർട്ട് അദ്ദേഹം എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ഡെപ്ത് ഉള്ള അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് തുടർ നിയമനം കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് 3 ഡേറ്റ് ഞാൻ പറയാം. 2020 നവംബർ 23 ഗവർണർ അത് അംഗീകരിച്ചു കൊടുത്തത്. ആ തുടർ നിയമനം ഈ വെരി സെയിം ഗവർണർ അത് അംഗീകരിച്ചു കൊടുത്തതാ, അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തതാ 2021 നവംബർ 23. അതിനുശേഷം അത് ബന്ധപ്പെട്ട് കേസ് വന്നു. കേസ് 1698/221 അതില് സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഡിസംബർ 15 2020 ഡിസംബർ 15 അത് ശരിവെച്ചു. അതിനുശേഷം ഫുൾ ബെഞ്ച്, ഹൈക്കോടതി തന്നെ ഫുൾ ബെഞ്ച് 2022 ഫെബ്രുവരി 23 അത് അംഗീകരിച്ചു. അപ്പൊ ഗവർണർ ഒപ്പിട്ട് അംഗീകരിച്ചൊരു സംഭവം, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചൊരു സംഭവം, ഹൈക്കോടതി ഫുൾ ബെഞ്ച് അംഗീകരിച്ചൊരു സംഭവം. അതിനുശേഷം ആ വിഷയത്തിൽ ഒപ്പിട്ട ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ, ഗവൺമെന്റിനെതിരെ പറയുകയാണ്. ആ വിഷയത്തിൽ എന്താണ് നമ്മൾ ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ജനത്തെ എന്താണ് ഭരിച്ചത്, ജനങ്ങളിത് മനസ്സിലാക്കിയെന്നാണ് അദ്ദേഹം ധരിച്ചു വെക്കുന്നത്. എത്രമാത്രം പ്രൊപ്പോർഷനറ്റ് അല്ലാതെ അദ്ദേഹം കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ തീർച്ചയായും ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാര്യങ്ങളെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ അംഗീകരിച്ച, അദ്ദേഹം ഒപ്പിട്ട, അതിനെതിരെ ഹൈക്കോടതി കേസ് വന്നിട്ട്, അതിനെതിരെ ഫുൾ ബെഞ്ച് വിധി വന്നിട്ട്, അതിനുശേഷം ആ വിഷയത്തിനെതിരെ അദ്ദേഹം തന്നെ അഭിപ്രായം പറയുന്നത്
എത്രമാത്രം ശരിയായ ഒരു കാര്യമാണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഞാനൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളെന്ന് എനിക്ക് പറയുക, യൂണിവേഴ്സിറ്റി ഒരു അപ്പോയിൻമെൻറ്റ് ഇവിടെ രണ്ടാമത്തെ പിന്നൊരു അപ്പോയിൻമെൻറ്റ് അധ്യാപകൻ്റെ ഒരു നിയമനമാണ് പിന്നെ അദ്ദേഹം കോൺട്രവേഴ്സി ആക്കിയത്. അവിടെ വാസ്തവത്തിൽ യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റിൽ ഇരുന്നിട്ടുള്ളതെന്ന് പറയാം, നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് അതിനൊരു സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സ്ക്രീനിങ്ങിൽ ആ ഉദ്യോഗാർത്ഥിയുടെ അത് അസിസ്റ്റന്റ് പ്രൊഫസറാണ് ശരി, അസോസിയേറ്റ് പ്രൊഫസറാണ് ശരി, പ്രൊഫസറായാലും ശരി, യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഉണ്ട്. എൻട്രിയൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസറുണ്ട്, അസോസിയേറ്റ് പ്രൊഫസറുണ്ട്, പ്രൊഫസറുണ്ട്. അതിനൊക്കെ ഓരോ മാനദണ്ഡം വെച്ചിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ടുണ്ട്. ടീച്ചിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ PhD അല്ലെങ്കിൽ പേപ്പർ, ആ പേപ്പറിനൊക്കെ അതിൻ്റെ അസറ്റ് വാല്യൂസ് ഉണ്ട്. ഓരോ പേപ്പർ പബ്ലിക്കേഷനും അതിൻ്റെ വാല്യൂസ് ഉണ്ട്, അതിന് മാർക്കുണ്ട്. അത് കൊച്ചി യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി ആക്റ്റിലുള്ളതാണ്. അതനുസരിച്ചാണ് ഒരു സ്ക്രീനിങ് നടത്തിയിട്ടാണ് ഇന്റർവ്യൂവിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂവിന് ഒരു പാസ് മാർക്ക് വേണം, അല്ലെങ്കിൽ ഒരു മിനിമം സ്കോർ വേണം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മിനിമം സ്കോർ ഈ വിഷയത്തിൽ 75 തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ 75 ആയ ആളുകളെ ഇന്റർവ്യൂവിന് വിളിച്ചത്. പിന്നെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ അപ്പോയിൻമെന്റ് നടക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ ഗവർണറുടെ നോമിനി ഉണ്ട്. ഗവർണർ നോമിനി അംഗമായിട്ടുള്ള ഓൺലൈൻ ഇന്റർവ്യൂ നടന്നിട്ടുള്ള ആ ഓൺലൈൻ ഇന്റർവ്യൂവിന്റെ റെക്കോർഡുള്ള ആ ഒരു അപ്പോയിൻമെന്റ് ഗവർണർ സ്റ്റേ ചെയ്യുകയാണ്. അത് നിയമവിരുദ്ധമല്ലേ? ഒരു ഗവർണർ അദ്ദേഹം ആക്ട് ചെയ്യുന്ന ചാൻസലർ നിലയ്ക്ക് ആക്ട് ചെയ്യുന്നത് ഈ നമ്മുടെ സംസ്ഥാനത്ത് പാസ്സാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യൂണിവേഴ്സിറ്റികളാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയും 13 യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ട്. ആ യൂണിവേഴ്സിറ്റി കേരളത്തിലെ നിയമം നിർമ്മാണത്തിലൂടെ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ എന്ന് പറയുന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചാൻസലറാണ്. അപ്പോൾ ഹീസ് ബൗണ്ട് ടു ഒബേ ദ ലോ. അപ്പൊ ആ നിയമത്തിനനുസരിച്ച് ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആ നിയമത്തിലുള്ള അതിന്റെ വകുപ്പുകൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി 7/3 വരുന്ന ആ നിയമം അനുസരിച്ചാണ് അവിടെ അപ്പോയിൻമെന്റ് നടത്തിയിട്ടുള്ളത്. ആ അപ്പോയിൻമെന്റ് ആണ് അദ്ദേഹം സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റേ ചെയ്യുന്നതിന് മുമ്പ് നടപടിക്രമങ്ങളില്ലേ? നോട്ടീസ് കൊടുക്കണ്ടേ? മറുപടി മേടിക്കണ്ടേ? അതെല്ലാം സ്റ്റേ ചെയ്യാൻ പറ്റുമോ? അത് നിയമപരമാണോ? ഇതൊക്കെ ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് ജനങ്ങൾക്കിത് അറിയില്ല, എല്ലാ ജനങ്ങൾക്കും അറിയില്ല. അല്ലെ TV ചർച്ചകൾ പറയുമ്പോൾ, വാദപ്രതിവാദങ്ങൾ പറയുമ്പോൾ യഥാർത്ഥമായ കാര്യങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയുന്ന സംശയമുണ്ട്. കാരണം അത്രമാത്രം ഗഹനമായി യൂണിവേഴ്സിറ്റി ആക്ടിനെ സംബന്ധിച്ചോ അപ്പോയിൻമെന്റിനെ സംബന്ധിച്ചോ അവർ മനസ്സിലാക്കണമെന്നില്ല. സാധാരണ അപ്പോയിൻമെന്റ് ഒക്കെ പറയുമ്പോൾ ചുമ്മാ ഒരു കാർഡടച്ച് പണിയുന്നുണ്ടല്ലോ. ഇവിടെ എയ്ഡഡ് കോളേജുകളിലും ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ടീച്ചേഴ്സിന് എടുക്കാൻ. 100 മാർക്ക് തീരുമാനിച്ച് അതിൽ 20 മാത്രം ഇന്റർവ്യൂ, ബാക്കി 80 മാർക്കും അക്കാഡമിക്കിന്, ഡിഗ്രിക്ക് ഇത്ര മാർക്ക്, PGക്ക് ഇത്ര മാർക്ക്, പബ്ലിക്കേഷൻ ഇത്ര മാർക്ക്, എക്സ്പീരിയൻസ് ഇത്ര മാർക്ക്, ഒരു വർഷത്തിന് 1 മാർക്ക്, സബ്ജക്റ്റ് മാക്സിമം 10 എന്ന് പറഞ്ഞിട്ട് പോലെ PhDക്ക് MPhilലും പേപ്പർ പബ്ലിക്കേഷൻ ഉൾപ്പെടെ മാർക്ക് നിശ്ചയിച്ച് അത് രേഖപ്പെടുത്തിയതിനു ശേഷം ബാക്കി വരുന്ന 20 മാർക്കിൽ 10 മാർക്ക് സബ്ജക്റ്റ് എക്സ്പേർട്ടും 10 മാർക്ക് ജനറൽ നോളജിനും വെച്ച് ഇന്റർവ്യൂ നടത്തിയ ആളുകൾ എടുക്കുന്നത് എയ്ഡഡ് കോളേജിൽ പോലും. അതിനൊന്നൊരു മാറ്റം ഈ കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. യൂണിവേഴ്സിറ്റിയിലാണ് അതിനപ്പുറത്തേക്ക് സബ്ജക്ട് എക്സ്പേർട്ടിനെ പുറത്തു വന്ന് കൊണ്ടുവന്ന് വളരെ വലിയ എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് അവിടെ സ്ക്രീനിങ്ങിന് ശേഷം വരുന്ന വിദ്യാർത്ഥികൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിലൊന്നും ഒരു പരിധി കഴിഞ്ഞ് ഒരു വിളച്ചിൽ നടക്കുകയില്ല. പക്ഷെ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, അത് മനസ്സിലാക്കുന്ന രീതിയല്ലോ നമ്മുടെ രാജ്യത്തെ രീതി. അപ്പൊ തീർച്ചയായും വളരെ വ്യവസ്ഥാപിതമായി വളരെ നിയമപരമായി നടക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഗവർണർ എന്ന് പറയുന്നത് സംബന്ധിച്ചും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഭരണഘടന ഭാഗം 6 അധ്യായം 2 പറയുന്നുണ്ട്, ഗവർണറുടെ കീഴിലുള്ള ഏതെങ്കിലും അധികാര സ്ഥാനത്തിന് നിയമം വഴി ചുമതലകൾ നൽകുന്നതിന് നിന്നും പാർലമെന്റിനെയോ ആ സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലത്തെയോ തടയുന്നതിന് സാധ്യമല്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ. ഇതൊന്നും വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലേ? നമ്മൾ ഒന്നും കൂടുതൽ പറയുന്നില്ല, വ്യക്തിപരമാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാംസ്കാരിക കേരളത്തിൽ, ഈ വിദ്യാഭ്യാസ കേരളത്തിൽ, ഈ പ്രഭുത്വ കേരളത്തിൽ
എത്രമാത്രം വിദ്യാഭ്യാസം നമ്മുടെ നാടിന് ഉള്ളപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായി സത്സന്ധമായി നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം പൊതുപ്രവർത്തകരായ നമ്മൾ ഏറ്റെടുക്കണം. അതല്ലെങ്കിൽ അത് നാട്ടിൽ തെറ്റായ ധാരണ ഉണ്ടാകും. ഈ സെമിനാർ അത്തരത്തിലേക്ക് ഉള്ള ചിന്ത നമുക്ക് ഉണ്ടായിക്കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനായി എല്ലാ ആശംസ നേർന്നുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഭാരതം വിജയിക്കട്ടെ. അടുത്തതായി പ്രൊഫസർ വർഗീസ് ജോർജ്. ഡോക്ടർ തോമസ് ഐസക് അർത്ഥവത്തായ ഒരു പ്രഭാഷണത്തിലൂടെ ഉദ്ഘാടനം നിർവഹിച്ച ഓണറബിൾ ജസ്റ്റിസ് കെ ചന്ദ്രു, ഗോവിന്ദമാഷ്, ശ്രീ പി സി ചാക്കോ, പ്രൊഫസർ ലോപ്പസ്, അഡ്വക്കേറ്റ് അനിൽ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഫെഡറലിസം എന്നത് ഒരു അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ക്രമീകരണമല്ല. This is not an organized principle for division of powers. ഫെഡറലിസം എന്നതൊരു ഫിലോസഫിയാണ്. ഇന്ത്യയുടെ പ്രകരണത്തിൽ ഫെഡറലിസം ഈസ് ദ സെലിബ്രേഷൻ ഓഫ് അവർ പ്ലൂറാലിറ്റി. ഫെഡറലിസം ഈസ് ദ ഷെയർഡ് സെലിബ്രേഷൻ ഓഫ് അവർ ഡൈവേഴ്സിറ്റി. നമ്മുടെ വൈവിധ്യങ്ങളുടെ ആഘോഷമാണ് ഇന്ത്യയിൽ ഫെഡറലിസം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ മുൻ പ്രഭാഷകർ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഈ കാലയളവിലെല്ലാം ഫെഡറലിസം എന്ന ഈ ഫിലോസഫിക്ക് നേരെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആക്രമണങ്ങളോട് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതൊരു പൊളിറ്റിക്കൽ അജണ്ടയായി സ്വീകരിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രതിരോധം ഇതുവരെ തീർത്തിട്ടില്ല. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ നമ്മുടെ മുഖ്യമന്ത്രിമാരുടെ യൂണിയൻ ക്യാബിനറ്റ് ഇന്റർഫേസ് ആണ്. ആ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൂടിയിരിക്കുന്ന ഒരു തവണയാണ്. സ്റ്റേറ്റും അതിൻ്റെ പോളിറ്റിക്സും ഗവേണൻസും തമ്മിൽ മീഡിയേറ്റ് ചെയ്യുന്നതിനുള്ളൊരു ഫോറമാണത്. കഴിഞ്ഞ 36 വർഷത്തിനുള്ളിൽ അത് കൂടിയിരിക്കുന്ന 11 തവണയാണ്. ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ സ്റ്റേറ്റ് പ്ലാനുകൾ അംഗീകരിക്കേണ്ടത് പ്ലാനിംഗ് കമ്മീഷനായിരുന്നു. നമ്മുടെ സ്റ്റേറ്റ് പ്രൊജക്റ്റുകൾ അംഗീകരിക്കേണ്ട പ്ലാനിംഗ് കമ്മീഷനാണ്. അപ്പോൾ സ്റ്റേറ്റിനറിയാം ഈ വരുന്നൊരു വർഷം നമ്മുടെ സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ആയിരിക്കുമെന്ന്. ആ പ്ലാനിംഗ് കമ്മീഷനെ ഇല്ലാതാക്കി അതിന് വരെ ഏറ്റവും വികൃതമായ ഒരു ടെക്നോക്രാറ്റിക് രൂപം കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷനിൽ ഒരു സ്റ്റേറ്റിൻ്റെ സാമൂഹിക സാമ്പത്തിക പരിസരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പല വിനിയോഗ തീരുമാനങ്ങളും എടുക്കുന്നത്. ഹിയർ ഇക്കണോമിക്സ് ഈസ് ഇൻസുലേറ്റഡ് ഫ്രം പോളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി. നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രകരണത്തോട് നമ്മുടെ സമ്പൽഘടനയെ ഇൻസുലേറ്റ് ചെയ്ത് ടെക്നോക്രാറ്റിക്കായ തീരുമാനങ്ങൾ എടുക്കുകയാണ് നീതി ആയോഗ്. GST കൗൺസിലിനെ കുറിച്ച് പറഞ്ഞു. ഈയിടെ GST കൗൺസിലിൻ്റെ 8ാം സമ്മേളനത്തിൽ അവർ പറഞ്ഞത് ദി പാർലമെൻറ്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഹാവ് നോ പവർ ടു ലെജിസ്ലേറ്റ് കോൺട്രറി ടു ദ ഡിസിഷൻസ് ഓഫ് ദി GST കൗൺസിൽ എന്നാണ്. GST കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പാർലമെന്റിനോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനോ നിയമനിർമ്മാണം നടപ്പാക്കാൻ പാടില്ലത്രേ. GST കൗൺസിൽ എന്ന് പറയുന്ന പാർലമെന്റ് ഒരു ക്രിയേഷനാണ്. Now the creation transcends the creator. ആ പാർലമെന്റിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ പ്രഭാഷണത്തിൽ കൺകറന്റ് മേഖലയിലും സ്റ്റേറ്റ് ലിസ്റ്റിലും സെൻറ്ററിൻ്റെ കടന്നുകയറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു.
14th ഫൈനാൻസ് കമ്മീഷൻ്റെ കാലയളവിൽ സ്റ്റേറ്റ് ചെലവാക്കേണ്ട തുകയേക്കാൾ 14 to 20% ആണ് കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് സബ്ജക്റ്റുകളിൽ ചെലവാക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് വിഷയങ്ങളിൽ 13 to 17% സെൻറ്റർ നേരിട്ട് ചെലവാക്കുകയാണ് കേന്ദ്ര ആവിഷ്കാര പദ്ധതികൾ വഴി. സ്റ്റേറ്റുകൾ അന്താളിച്ച് നിൽക്കുകയാണ്. വൻ പ്രൊജക്റ്റുകൾ കേന്ദ്രം പ്രഖ്യാപിക്കുകയാണ്. ബിഗ് അനൗൺസ്മെൻറ്റ്സ്. ലെജിസ്ലേഷനെ കുറിച്ച് പറഞ്ഞു. സ്റ്റേറ്റ് വിഷയങ്ങൾ നടക്കുന്ന ലെജിസ്ലേഷൻ, എഡ്യൂക്കേഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സ്റ്റേറ്റുകളുമായിട്ട് ആലോചിച്ചില്ല. UGC അബോളിഷ് ചെയ്തു. ഇലക്ഷൻ കമ്മീഷനല്ലേ ഇലക്ഷൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ആധാർ നമ്മൾ വോട്ടർ പട്ടികയുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന്. ഈ ആധാർ മനസ്സിലാക്കിയാൽ ആ ഒരു പ്രദേശത്തെ വോട്ടർമാരുടെ മുഴുവൻ സോഷ്യൽ പ്രൊഫൈലും മനസ്സിലാക്കാം. അവർ സാമ്പത്തിക സൗകര്യമുള്ളവരാണോ, പിന്നോക്ക ജാതിക്കാരാണോ, ഏത് മതത്തിൽപ്പെട്ടവരാണ്, അത് വോട്ടർ പട്ടികയുമായി ലിങ്ക് ചെയ്താലോ അധികാരമുള്ളവർക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ആന്ധ്രാപ്രദേശിൽ നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല ഇപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നു. ജുഡീഷ്യൽ പരിഷ്കാരം ആരാണ് നടത്തേണ്ടത്? ലോ കമ്മീഷനായിരുന്നു. എവിടെയാ ലോ കമ്മീഷൻ? ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അധികാരം എടുത്തിരിക്കുന്നു. RBIയുടെ മോണിറ്ററി പോളിസി തീരുമാനിക്കുന്ന ആരാണ്? അത് RBI ആയിരുന്നു. അതൊരു വിശുദ്ധമായ സ്ഥാപനമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 3 എക്സിക്യൂട്ടീവുകളെ വെച്ച് RBIയുടെ മോണിറ്ററി പോളിസി തീരുമാനിക്കുന്നു. ഇപ്പോൾ ആരാണ് ട്രിബ്യൂണലുകളുടെ ചെയർമാൻമാരെ തീരുമാനിക്കുന്നത്? അഭിഭാഷകരുടെ വലിയൊരു സമൂഹമുണ്ടല്ലോ. 2014 ഫൈനാൻസ് ബിൽ അനുസരിച്ച് ട്രിബ്യൂണൽമാരുടെ ചെയർമാൻമാരെ നിയോഗിക്കാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നു. ആ ട്രിബ്യൂണലുകളുടെ സ്വഭാവത്തെയും വിധിയെ അത് ബാധിക്കില്ലേ? മണി ബില്ലിലൂടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നു. അവിടെ സ്റ്റേറ്റും കൺകറന്റും ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ചെയ്തുകൊണ്ടിരുന്ന ഈ ധർമ്മങ്ങൾ വരെ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കൈയടക്കിക്കൊണ്ടിരിക്കുന്നു. ഈ 15th ഫൈനാൻസ് കമ്മീഷന് കൊടുത്ത മാൻഡേറ്റ് എന്താണെന്നറിയാമോ? 14th 15th ഫൈനാൻസ് കമ്മീഷൻ കൊടുത്ത മാൻഡേറ്റുകൾ അവർ പറയുന്നത്, നിങ്ങൾ റെക്കമെൻഡേഷൻസ് തയ്യാറാക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഫിസ്ക്കൽ അവസ്ഥയെ ബാധിക്കാത്ത തരത്തിൽ വേണം നിങ്ങൾ റെക്കമെൻഡേഷൻ തരാൻ. എനിക്ക് തോന്നുന്നു തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു സൗത്തിലെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേക യോഗം തന്നെ വിളിച്ചു കൂട്ടിയെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് അവർ അമരാവതിയിൽ യോഗം ചേർന്നെന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് 75 വർഷമായിട്ട് ഇവിടെ PC ചാക്കോ പറഞ്ഞ പോലെ സെൻറ്റർ എന്നൊരു വാക്ക് നമ്മുടെ ഭരണഘടനയിലില്ല. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ ഒരു സമ്പുടമാണ്. പക്ഷേ 75 വർഷം കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ ഡെവല്യൂഷനും ഇക്കണോമിക് ഡെവല്യൂഷനും നടപ്പാക്കേണ്ടതിന് പകരം കൂടുതൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫെഡറലിസത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് എമർജിങ് ഫെഡറലിസം. ഇതാണ് സെൻട്രലൈസ്ഡ് ഫെഡറലിസം എന്ന് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് ഇന്ന് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് ചന്ദ്രന്റെ പ്രബന്ധത്തിൽ വന്ന മനോഹരമായ ഒരു പ്രകരണം 1967 കുറിച്ചാണ്. 1967 രജനി കൊത്താരി വിളിക്കുന്ന പോലെ ദി ഡിക്ലൈൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം ഉണ്ടാകുന്നു. കോൺഗ്രസ് വ്യവസ്ഥയുടെ തകർച്ച. 52 മുതൽ 67 വരെ കോൺഗ്രസിൻ്റെ അധീശത്വമായിരുന്നു. ആ 67 കോൺഗ്രസിൻ്റെ തകർച്ച. അന്ന് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് ഇലക്ഷൻ നടന്നു. അതിൽ 8 സ്റ്റേറ്റുകളിൽ പ്രതിപക്ഷ പാർട്ടികൾ വിജയിച്ചു. കേരളത്തിൽ EMS, തമിഴ്നാട്ടിൽ അണ്ണാദുരൈ, പശ്ചിമബംഗാൾ അജോയ് മുഖർജി, അതുപോലെ തന്നെ UP ചരൺ സിംഗ്, ബീഹാറിൽ കർപ്പൂരി താക്കൂർ, ഇങ്ങനെ 8 സ്റ്റേറ്റുകളിൽ പ്രതിപക്ഷ അധികാരത്തിൽ വന്നു.
അന്ന് മുതലാണ് ഈ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷ ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കാനുള്ള തീരുമാനം. അത് ഈ അടുത്ത ഇടവ നടന്നു. ഉത്തരാഖണ്ഡിൽ, അരുണാചൽ പ്രദേശിൽ, മണിപ്പൂരിൽ, ഗോവയിൽ, മഹാരാഷ്ട്രയിൽ ഈ സമീപകാലത്ത് വരെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അധികാര ദുർവിനിയോഗങ്ങൾ. ഇവിടെ എമർജൻസിയെക്കുറിച്ച് ജസ്റ്റിസ് ചന്ദ്രു പറയുകയുണ്ടായി. എമർജൻസിയുടെ ഷാ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ജൂൺ 25 വൈകിട്ട് എമർജൻസി പ്രഖ്യാപിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ പകൽ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടന്നു കഴിഞ്ഞിരുന്നു. ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറെ വിളിച്ചു. പ്രതിപക്ഷ നേതാക്കൾ ഡൽഹി വിടുന്നതിന് മുമ്പ് ജൂൺ 25 രാത്രിയിൽ, ജൂൺ 26 നേരം പുലരുന്നതിന് മുമ്പ് പരമാവധി ആളുകളെ അറസ്റ്റ് ചെയ്യണം. ഡൽഹിയിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇത്രയും പേരുടെ വാറന്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അത് പറ്റുകയില്ല. ലഫ്റ്റനന്റ് ഗവർണർ, ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി യശ്പാൽ കപൂറിന്റെ വീട്ടിൽ ചെന്നിട്ട് ലഫ്റ്റനന്റ് ഗവർണറെ വിളിപ്പിച്ചു. ലഫ്റ്റനന്റ് ഗവർണറെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യണം. 1060 പേരെ ആ ഒറ്റ രാത്രി ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തു. യശ്പാൽ കപൂർ, അന്നത്തെ പോലീസ് സൂപ്രണ്ട്, എന്നോട് ചോദിച്ചത്, എന്താ മുട്ട് കുറയ്ക്കുന്നുണ്ടോ നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ? BG വർഗീസിന്റെ പേര് ആദ്യം ഉണ്ടായിരുന്നു, ഒഴിവാക്കാൻ പറഞ്ഞു. കൃഷ്ണൻകാന്തിന്റെ പേരില്ലായിരുന്നു, കോൺഗ്രസ് നേതാവ്, ചേർക്കാൻ പറഞ്ഞു. കൂട്ടിയും കുറച്ചും 1060 പേരെ അന്ന് രാത്രി അറസ്റ്റ് ചെയ്യിപ്പിച്ച ഈ ലഫ്റ്റനന്റ് ഗവർണർ. അതുകൊണ്ട് 59 സംസ്ഥാന ഗവൺമെന്റിനെ, കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ ഉത്തരാഖണ്ഡിലെ വിധി സുപ്രീം കോടതി നമ്മൾ വായിച്ചില്ലേ? ഗവർണർ ഈസ് നോട്ട് എ സൂപ്പർ നാച്ചുറൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി. അസന്നിഗ്ധമായിട്ട് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഗവർണറെ കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചുവിടേണ്ടി വന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിന് നേരെ വലിയ അസോൾട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ സാമ്പത്തിക അധികാരങ്ങൾ എടുത്തു, രാഷ്ട്രീയ അധികാരങ്ങൾ എടുത്തു. ഒറ്റയാൾ നിന്ന് എല്ലാ പ്രധാന പ്രഖ്യാപനങ്ങളും നടത്തുകയാണ്. ഇന്ന് രാത്രി മുതൽ രാജ്യത്ത് 2500 നോട്ട് നിരോധിച്ചിരിക്കുന്നു. ഒറ്റയാളെന്ന് പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്ത് എവിടെ ജനങ്ങളുണ്ടോ കോവിഡ് കാലത്ത് അവരവിടെ ഇരുന്നോണം, ആരും അനങ്ങാൻ പാടില്ല. എവിടാണോ അവരാ മുറി ഇരുന്നോണം. രാജസ്ഥാനിലെ കോട്ട വരെ 42 ദിവസം നടന്നവരുണ്ട്. അവരവിടെ ഇരുന്ന് എങ്ങനെ ഇരിക്കും? പിറ്റേന്ന് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ടോ, വെള്ളമുണ്ടോ? ഡൽഹിയിൽ അവർ നടന്നു തുടങ്ങി, ലക്ഷക്കണക്കിന് ആളുകൾ. ദ ഗ്രേറ്റ് പാർട്ടീഷന് ശേഷം, ഇന്ത്യ കണ്ട ഏറ്റവും വിഭജനത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പലായനം ഇവിടുന്ന് ഒരാൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യത്ത്. അതുകൊണ്ട് ഫെഡറലിസം ഒരു വലിയ പൊളിറ്റിക്കൽ അജണ്ടയാക്കണം. ആദ്യം ഇത് അജണ്ടയാക്കിയത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. പിന്നീട് രാമകൃഷ്ണ ഹെഗ്ഡെ അത് ഉയർത്തി. പക്ഷേ കഴിഞ്ഞ 10-40 വർഷക്കാലമായി നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഈ സെമിനാർ, നമ്മുടെ ഇന്നത്തെ സെമിനാർ, സഖാവ് ഐസക് സംഘടിപ്പിച്ച ഈ സെമിനാർ, ലോയേഴ്സ് യൂണിയൻ്റെ കൂടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സെമിനാർ, ഇത്തരം വിഷയങ്ങൾ പൊളിറ്റിക്കൽ അജണ്ടയാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസർ ലോപ്പസ് പറഞ്ഞ പോലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മൂവ്മെൻ്റ് ആക്കുന്നതിന് ഈ സെമിനാർ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിലെ അവസാനത്തെ അവതരണമാണ്. നമുക്ക് 6:30 മുമ്പ് അവസാനിപ്പിക്കാൻ പറ്റും. അവസാനിച്ചതിന് ശേഷം ഇനി പോകുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ളവർ അഡ്വക്കേറ്റ് അനിൽകുമാർ. അധ്യക്ഷൻ ഡോക്ടർ തോമസ് ഐസക്, ആദരണീയനായ ജസ്റ്റിസ് കെ ചന്ദ്രു, പ്രിയങ്കരനായ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ, ആദരണീയരായ ശ്രീ PC ചാക്കോ, ശ്രീ പ്രൊഫസർ ലോപ്പസ് മാത്യു, ശ്രീ വർഗീസ് ജോർജ്, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് വേലായുധൻ സാർ, വേദിയിലുള്ള സദസ്സിലുള്ള അഭിഭാഷകരെ, സുഹൃത്തുക്കളെ,
എന്തുകൊണ്ട് ലോയേഴ്സ് യൂണിയൻ, എന്തുകൊണ്ട് ജസ്റ്റിസ് കെ ചന്ദ്രു? ലോയേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ AKG പഠന ഗവേഷണ കേന്ദ്രവും കോഴിക്കോട് കേളുവേട്ടൻ പഠന കേന്ദ്രവും എറണാകുളത്ത് EMS പഠന കേന്ദ്രവും ചേർന്ന് 3 പ്രധാനപ്പെട്ട സെമിനാറുകളാണ് ഈ 2 ആഴ്ചക്കിടയിൽ നടക്കാൻ പോകുന്നത്. 3 സെമിനാറുകളുടെ വിഷയവും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഗവർണറുടെ പദവി, ആ പദവി ഗവർണർ എങ്ങനെ വിനിയോഗിക്കണം എന്ന് സംബന്ധിച്ച ഭരണഘടനാ ധാർമ്മികതയെ സംബന്ധിച്ച വിശാലമായ പാഠങ്ങളും അതിൻ്റെ നിർവചനങ്ങളും അതിൻ്റെ പുനർനിർവചനങ്ങളുമാണ്. അതിന് തുടർച്ചയായി ജില്ലകളിൽ തന്നെ വിവിധങ്ങളായ പരിപാടികളും സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്തുകൊണ്ട് ലോയേഴ്സ് യൂണിയൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഗവർണർമാർ വ്യക്തിപരമായുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും സ്ഥാപനപരമായി ഇന്ത്യ രാജ്യത്തിനകത്തെ കേന്ദ്രീകൃത അധികാര ദുർവിനിയോഗത്തിന് കടന്നു വരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ അജണ്ട മുന്നോട്ട് നീക്കലിൻ്റെ ഭാഗമായ ചൂതുകളിയിലെ കരുക്കൾ നീക്കലാണ് ആരിഫ് മുഹമ്മദ് ഖാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ഇതേപോലെ നിയമസഭ പാസാക്കിയ നിയമങ്ങളിൽ ഒപ്പിടാതെ മുങ്ങി നടക്കുകയാണ് എന്നതും നാം മനസ്സിലാക്കണം. ചില ആളുകൾ കാണുന്നത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമായിട്ടാണ്. ഇന്ത്യ രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രക്രിയ. രാജ്യത്തിൻ്റെ ചുവടുകൾ ഒന്നാകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആ ചുവടുകളെ ഒന്നാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിയുറപ്പാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത് എന്നും ആ അടിയുറപ്പിന് വേണ്ടി ഈ ഫെഡറലിസത്തിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കണമെന്നുള്ള ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ആ കേൾക്കാതെ വന്ന കാര്യം തമിഴ്നാട് അതിർത്തിയിൽപ്പെട്ടപ്പോൾ ഗവർണർക്കെതിരെ ചിലർ ശബ്ദിക്കുന്നത് നമ്മൾ കേട്ടു. ഇവിടെ ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ പ്രസക്തി എന്താണ്? പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിചാരണയ്ക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി സമയം കണ്ടെത്തിയിട്ടില്ല. കാശ്മീരുമായി ബന്ധപ്പെട്ട വിചാരണയ്ക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിക്ക് സമയമായിട്ടില്ല. രാജ്യത്തെ ബഹുജനങ്ങളുടെ മുന്നിൽ വരുന്ന ഗൗരവതരമായ നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ജുഡീഷ്യറിയുടെ ചുമതല നിർവഹിക്കുന്നതിൽ നീതിപീഠങ്ങൾ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു, ആ നീതിപീഠങ്ങളെ ആ നിലയിലേക്ക് നയിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് എത്രത്തോളം പ്രാപ്തിയുണ്ട്, അവിടെ ഒഴിഞ്ഞു മാറുന്ന ജഡ്ജിമാർ, ചുമതല ഏറ്റെടുക്കാത്ത ജഡ്ജിമാർ, തൻ്റെ മുന്നിൽ വിടുന്നൊരു കേസ് കടത്തി വിട്ടുകഴിഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭാവിയിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അതിന് വിധേയമാകാതിരിക്കാൻ, ലോയയുടെ ഗതി വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലെടുക്കുന്ന ജഡ്ജിമാർ, അവർക്കിടയിലെ റയറസ്റ്റ് സ്പീഷീസിലെ ഒരു ജനുസാണ് നമ്മുടെ മുമ്പിലുള്ള ശ്രീ കെ ചന്ദ്രു എന്നത് അഭിമാനത്തോടെ ലോയേഴ്സ് യൂണിയനും നമുക്കും കാണാൻ കഴിയും. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നീതി വ്യവസ്ഥ നൽകുന്ന, നീതിന്യായ വ്യവസ്ഥ നൽകുന്ന 75 കൊല്ലക്കാലത്തിന് മുമ്പ് നമ്മുടെ രാജ്യം നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഭൂമിയുടെ ഉറവകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആത്മഗൗരവത്തിൻ്റെയും ഈ രാജ്യത്തെ ജനതയുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി പ്രവഹിക്കുന്ന ഊർജത്തിൻ്റെയും ഭാഗമായി ഉണ്ടാകുന്ന കരുത്താണ് ജസ്റ്റിസ് ചന്ദ്രുവിനെ പോലുള്ള ആളുകൾക്ക് നിർഭയരായിരിക്കാൻ കഴിയുന്നത്. നമ്മുടെ ജുഡീഷ്യറിയിൽ എത്ര പേർ നിർഭയരായിരിക്കാൻ ധൈര്യമുള്ളവരാണ് എന്നുള്ളതാണ് ഭരണഘടന നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഒരു ഗവർണർക്ക് എത്ര കാലം ബില്ലിൽ ഒപ്പിടാതിരിക്കാം? ബില്ലിൽ ഒപ്പിടാതിരിക്കുക എന്നൊരു നിയമവ്യവസ്ഥ ഭരണഘടന ഇല്ല. ഒരു നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട്. 3 ഓപ്ഷൻസേ ഉള്ളൂ. അതിൽ അടയിരിക്കുക എന്നൊരു വ്യവസ്ഥ ഇല്ലാത്തിടത്തോളം കാലം അടയിരിക്കുന്നതാണ് ഗവർണർ അഭികാമ്യമായി ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാശയ പരിസരത്താണ് പലരും ഇന്ന് കേരളത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രതിപക്ഷവും അത് ചൂണ്ടിക്കാണിക്കാതെ കഴിയില്ല. കേരളാതിർത്തി കടക്കുമ്പോൾ ഗവർണർക്കെതിരെ ശബ്ദിക്കുന്നവർ കേരളത്തിനകത്ത് മിണ്ടുന്നില്ല. എന്താ കാരണം? ഗവർണർ ഇത് ചെയ്യണം, ബില്ലിൽ ഒപ്പിടരുത്. തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഗവർണർ ബില്ലിൽ ഒപ്പിടരുത് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷത്തെ ഇവിടെ കാണുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയ പരിസരത്ത് എങ്ങനെ ഈ ആശയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ സമഗ്രതയോടെ കാണാൻ, കാട് കാണാതെ മരം കാണുന്നവരോട് ഇതിൻ്റെ സമഗ്രതയോടെ കാണാൻ, മാത്രമല്ല ഗവർണർ അടയിരിക്കുമ്പോൾ ഈ പോരാട്ടം ജുഡീഷ്യറിയിലേക്ക് പോവുകയാണ്.
ജുഡീഷ്യറിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ പോരാട്ടത്തിൽ ഉത്തരം പറയാതെ അടയിരിക്കുന്ന ന്യായാധിപന്മാർ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീതിന്യായ വ്യവസ്ഥ അതിൻ്റെ ചുമതലകൾ നിർവഹിച്ചേ തീരൂ. അതുകൊണ്ട് ഗവർണർമാരെ, നിയമവ്യവസ്ഥ ലംഘിക്കുന്ന, ഭരണഘടന ലംഘിക്കുന്ന ഗവർണർമാരെ തളയ്ക്കാനുള്ള ചന്ദ്രുമാർ നമ്മുടെ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, നമ്മുടെ സെമിനാർ അവസാനിക്കുകയാണ്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും വേലുവിൻ്റെയും പേരിൽ ഇവിടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് ചന്ദ്രുവിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ച സർ ഗോവിന്ദൻ മാഷ്, PC ചാക്കോ, വർഗീസ് ജോർജ്, പ്രൊഫസർ ലോപ്പസ് മാത്യു, അനിൽകുമാർ, ഇവരോടും നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും AKG പഠന